Thank you, ma'am. Thank you. Did you register? You will come. Okay. You will be there. എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1823 ദിവസത്തെ മലയാളം പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് യുവജനങ്ങളുടെ ദിവസമാണ്. ഭാഗം 3 പരിപാടിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു നിമിഷത്തെ മൗന പ്രാർത്ഥന. നന്ദി. നമ്മുടെ അതിഥികളെല്ലാം എത്തിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മുടെ വിഷയം ഹോമിയോപ്പതി വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങൾ, അവരുടെ പ്രതീക്ഷകൾ, പ്രശ്നങ്ങൾ, പരിഹാരങ്ങൾ. ആദ്യമേ തന്നെ പ്രശ്നം ഉണ്ടായാലും പ്രതീക്ഷകൾ എന്താ? വാട്ട് യു ക്യാൻ ഓഫർ ടു ഹോമിയോപ്പതി, വാട്ട് ഹോമിയോപ്പതി ഓഫേഴ്സ് ടു യു, അതാണ് ചോദ്യം. അപ്പോ ആദ്യത്തെ അതിഥി എന്ന് പറയുന്നത് ശ്രീ ഗിരിശങ്കർ മോഹൻ, കോട്ടയം ആതിരാശ്രമം NSS കോളേജിലെ 4ാം വർഷ BHMS വിദ്യാർത്ഥിയാണ്. നമുക്കറിയാം, ആതിരാശ്രമം ഹോമിയോപ്പതി കോളേജ് വളരെ പ്രശസ്തമാണ്. 1952 തുടങ്ങിയ സ്ഥാപനമാണ്. ഇനിയും കാതങ്ങൾ സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് PG പോലുള്ള വിഷയങ്ങളോട് എത്തിയിട്ടില്ല. ഒരുപാട് കാര്യം മുമ്പോട്ടുണ്ട്. ഇപ്പൊ ശ്രീ ഗിരിശങ്കറിനെ സ്വാഗതം ചെയ്തു. ഗിരിശങ്കർ അൺമ്യൂട്ട് ചെയ്യണേ. ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യൂ. ഗിരിശങ്കർ എവിടെ നിന്ന് വരുന്നു എന്നൊക്കെ കൂടെ പറയൂ. ഹലോ സാർ, എൻ്റെ പേര് ഗിരിശങ്കർ മോഹൻ. ഞാൻ ANSS ഹോമിയോ മെഡിക്കൽ കോളേജിലെ 4ാം വർഷ വിദ്യാർത്ഥിയാണ്. എൻ്റെ വീട് കോട്ടയത്ത് തന്നെയാണ്. അപ്പം എനിക്ക് പറയാനുള്ളത് പ്രതീക്ഷകളെ കുറിച്ച്, നമ്മൾ ഹോമിയോപ്പതിയുടെ പ്രതീക്ഷകളെ കുറിച്ച്. ചെറുപ്പം മുതലേ ഈ ഒരു സിസ്റ്റം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് അതായത് മരുന്ന് കഴിച്ച് വളർന്നതാണ്. അപ്പൊ എനിക്ക് ഇതിന്റെ ഗുണങ്ങളെ കുറിച്ച് ഏകദേശം എനിക്കൊരു നല്ല പ്രതീക്ഷയോടെ തന്നെയാണ് ഈ കോഴ്സ് തിരഞ്ഞെടുത്തത്. അപ്പോൾ പലതരം മെഡിസിൻ, ഈ പലതരം സർജിക്കൽ കണ്ടീഷൻസ് വേണ്ട, സർജറി വേണ്ട പല രോഗങ്ങളെയും വളരെ ഈസി ആയിട്ട് തന്നെ ഹോമിയോ മരുന്നിലൂടെ മാറ്റാൻ കഴിയുന്നു എന്ന് എനിക്ക് നോട്ടീസ് ചെയ്യാൻ കഴിഞ്ഞു. പഠനശാലയിൽ അനന്ത സാധ്യതയുണ്ട് ഈ ഒരു ശാഖയിൽ. അതുപോലെ കോവിഡ് സമയത്ത് നല്ല രീതിയിൽ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് ഈ ഹോമിയോപ്പതിയിലൂടെ കഴിഞ്ഞു. അതുപോലെ തന്നെ വെരിക്കോസ് വെയിൻ, റീനൽ കാൽക്കുലി, ഈ കണ്ടീഷൻസിലൊക്കെ തന്നെ സർജറിയിലൂടെ വളരെ കോംപ്ലിക്കേഷൻസിലേക്ക് എത്തിച്ചേരാവുന്ന കണ്ടീഷൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഈ ഹോമിയോപ്പതിയിലൂടെ ഇങ്ങനത്തെ കേസസ് ഒക്കെ വളരെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നു. ഇതൊക്കെ നല്ല രീതിയിൽ നമ്മളെ പ്രതീക്ഷ ഈ ഒരു കോഴ്സിലേക്ക് കൊണ്ടുവരുന്നതാണ്. പക്ഷെ ഇതിനെ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളും നമുക്ക് പ്രതിബന്ധങ്ങളായിട്ട് വരുന്നുണ്ട് ഇതിനകത്ത്. പിന്നെ നമുക്ക് പറയാനുള്ളത് മനുഷ്യരിൽ മാത്രമല്ല, മൃഗങ്ങളിലും അതുപോലെ സസ്യങ്ങളിലും അതുപോലെ പക്ഷികളിലും ഒക്കെ നമുക്ക് ഈ ഒരു സിസ്റ്റം കൊണ്ടുവരികയാണെങ്കിൽ, അതിലെ കൂടുതൽ റിസർച്ചും കാര്യങ്ങളെല്ലാം കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ആ രീതിയിലും കൂടെ ഹോമിയോപ്പതിയെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ പറയാൻ പറ്റുന്നത് അതുപോലെ സ്റ്റെറിലിറ്റി കണ്ടീഷൻസ്, പീഡിയാട്രിക്സ്, ഗിരിയാട്രിക്സ്, അങ്ങനെ പല ശാഖകളിൽ നമുക്ക് ഹോമിയോപ്പതി കുറച്ചും കൂടി ഇമ്പ്രൂവ് ആകാനുണ്ട്. അതിന്റെ കാര്യങ്ങളൊക്കെ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ അതിന് അവയർനെസ്സും ക്ലാസ്സുകളും കൂടുതൽ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ആ രീതിയിലൊക്കെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാൻ ഹോമിയോപ്പതിയെ കൊണ്ട് സാധിക്കുന്നതായിട്ട് നമുക്ക് കാണാം. കുട്ടികളിൽ കൊടുക്കാവുന്നതാണ്. വളരെ പാർശ്വഫലങ്ങൾ ഒട്ടും തന്നെ ഇല്ലാതെ തന്നെ നമുക്ക് കുട്ടികളിലെല്ലാം ഇത് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സാർ, നമ്മൾക്ക് പ്രതീക്ഷകൾ ഒരുപാടുണ്ട്. അതിനെ രീതിയിലേക്ക് ഹോമിയോപ്പതി എത്തുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് കേസസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, എന്തായാലും വളരെ നല്ലൊരു ഹോമിയോപ്പതി നല്ലൊരു ഭാവി ഗിരിശങ്കറിൽ കാണുന്നുണ്ട്. കാരണം ഇത്രയധികം അംബീഷ്യസ് ആയിട്ട് നമ്മൾ 3 ദിവസം ചർച്ച ചെയ്യുകയാണ്. ഇത്രയും പോസിറ്റീവായിട്ടും ആഴത്തിലും ഒരാൾ ചിന്തിച്ചില്ല എന്ന് എനിക്ക് തോന്നിയത്. ഞാൻ 3 ദിവസം ഇരിക്കുകയാണ്. പ്രത്യേകിച്ച് പറയണ്ടല്ല, കോവിഡ് കാലത്തെ കുറിച്ച് ഓർമ്മിപ്പിച്ചു എന്നുള്ളതാണ്. അതാരും ദിവസം പറഞ്ഞില്ല. വളരെ ശരിയാണ്. കാരണം ഹോമിയോപ്പതി ഇത്രയും പോപ്പുലറായ സമയമാണ്. അപ്പൊ അതുപോലെ തന്നെ ആ സമയത്ത് ശത്രുക്കളെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നുള്ളത്. ഇത് എങ്ങനെ തുരങ്കം വെക്കാൻ എല്ലാവരും കൂടി ആലോചിച്ചത് ആ സമയത്ത് തന്നെയാണ്. എന്നിരുന്നാലും ഹോമിയോപ്പതി ധാരാളം മൈലേജ് ഉണ്ടായി. പക്ഷെ അത് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടവണ്ണം കഴിഞ്ഞില്ല എന്നുള്ളതിൽ ഒരു പ്രശ്നമുണ്ട്. കാരണം സാമ്പത്തിക വശങ്ങൾ ഉൾപ്പെടെ, എന്റർപ്രണർഷിപ്പ് ഇല്ലാത്ത ഉൾപ്പെടെ, അങ്ങനെ പല പല ഘടകങ്ങളുണ്ട്. എന്നിരുന്നാൽ പോലും ധാരാളം പോപ്പുലർ, പ്രത്യേകിച്ചും കോട്ടയത്തെ കോളേജ് നല്ലൊരു പാരമ്പര്യമുള്ള കോളേജാണ്. നമ്മുടെ ആ മെയിൻ റോഡിന് അങ്ങോട്ട് തിരിയുമ്പോൾ തന്നെ ആ ഒരു ആംബിയൻസ് ഫീൽ ചെയ്യുന്നുള്ളതാണ്. എനിക്ക് കേരളത്തിൽ വേറെ കോളേജ് അങ്ങോട്ട് അവകാശപ്പെടാൻ കഴിയില്ല. വലിയ ഫ്രണ്ടിലൊരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇപ്പുറത്ത് വലിയൊരു ക്യാമ്പസ്, അപ്പുറത്തൊരു ഹോസ്റ്റൽ, അടുത്തൊരു മെഡിക്കൽ സ്റ്റോർ, ഇങ്ങനെ വലിയൊരു അന്തരീക്ഷം. നമ്മുടെ ഈ കോടതിയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഒരുപാട് വക്കീലന്മാരെ കാണാനില്ല എന്ന് പറഞ്ഞ പോലെ. അപ്പൊ കോടതിയാണ്, കോടതി പരിസരം നമുക്ക് ബോധമുണ്ടാവും. അപ്പൊ ആ ഒരു ഫീലിംഗ് എനിക്ക് അവിടെ തോന്നിയിട്ടുണ്ട്. കുറിച്ചിയിൽ പ്രത്യേകത മാത്രമല്ല, ഇപ്പൊ ആ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇറങ്ങിയിരുന്നു കോട്ടയത്തെ കോളേജിനെ കുറിച്ച്. വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്, ആ ഹോസ്പിറ്റലിനെ കുറിച്ചൊക്കെ. എന്തായാലും അങ്ങ് തുടരുക. വളരെ സന്തോഷം. അടുത്ത നമ്മുടെ അതിഥി ശ്രീലക്ഷ്മി ശങ്കറാണ്. ശ്രീലക്ഷ്മി അൺമ്യൂട്ട് ചെയ്യാമോ? ഹലോ. MD 1ാം വർഷം ഹോമിയോപ്പതി മെഡിക്കൽ കോളേജ് കോഴിക്കോട്. പറയൂ, ഏത് വിഷയത്തിൽ MD ചെയ്യുന്നു, എവിടെ നിന്ന് വരുന്നു എന്നുള്ള കാര്യം ആദ്യം പറയൂ. നമസ്കാരം, ഞാൻ ശ്രീലക്ഷ്മി ശങ്കർ,
കോഴിക്കോട് ഹോമിയോ കോളേജില് ഫസ്റ്റ് ഇയർ MD വിദ്യാർത്ഥിനിയാണ്. റെപ്പട്രിയിലാണ് MD ചെയ്യുന്നത്. ഓക്കെ, പറയൂ. ഓക്കെ. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഹോമിയോ പ്രതീക്ഷകൾ, പ്രതിബന്ധങ്ങൾ, പരിഹാരങ്ങൾ, നിങ്ങളുടെ റിവ്യൂ. ഓക്കെ. ഹോമിയോപ്പതിനെ പറ്റി ഒരുപാട് നല്ല പ്രതീക്ഷകളുണ്ട്. ഞാനൊരു അമ്മ ഹോമിയോപ്പതി ആയതുകൊണ്ട് തന്നെ, അമ്മയുടെ പേര് ഡോക്ടർ ബിന്ദു ശങ്കർ. ഹോമിയോപ്പതി ആയതുകൊണ്ട് തന്നെ ചെറിയ വയസ്സ് തൊട്ട് ഹോമിയോപ്പതി കണ്ട് വളർന്നു വരികയാണ്. അപ്പോ വേറൊരു സിസ്റ്റത്തിലും ഇല്ലാത്ത മൈൻഡ് കൺസിഡർ ചെയ്ത് ട്രീറ്റ് ചെയ്യണ നമ്മുടെ സിസ്റ്റം മാത്രമേ ഉള്ളൂ. അപ്പോ അത് എനിക്ക് ഒരുപാട് എന്താ പറയാ, ഒരുപാട് ക്യൂരിയസ് ആയിരുന്നു. എങ്ങനെയാണ് ഒരു പേഴ്സന്റെ മൈൻഡ് കൺസിഡർ ചെയ്തൊക്കെ ഒരു മെഡിസിനിലേക്ക് എത്തുക. അപ്പം വളരെ ഇഷ്ടപ്പെട്ട് തന്നെയാണ് ഞാൻ ഈ സിസ്റ്റത്തിലേക്ക് എത്തിയത്. പിന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ചെയ്യാനുണ്ട്. പക്ഷെ സോഷ്യലി ഇപ്പോഴും ആളുകളിലേക്ക് ഒരു അവയർനെസ് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഒരു വിഷയം. പിന്നെ ഇപ്പൊ ഈയിടെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനായിട്ട് ഇപ്പൊ കണ്ടുവരുന്നത് ഒരുപാട് പേരിൽ ആങ്സൈറ്റിയും ഡിപ്രഷൻ അതുപോലത്തെ ഒരു ഡിസീസ് ഇപ്പൊ കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പം കൗൺസിലിങ്ങും സൈക്കോളജീസും അങ്ങനെ ഒരു ഫ്രണ്ടിനെ കൊണ്ടുപോയ സമയത്ത് അവർ എൻ്റെ അടുത്ത് ചോദിക്കുകയുണ്ടായി, നിങ്ങളുടെ തന്നെ നിങ്ങളുടെ മെഡിസിൻ കൊടുത്ത് നല്ല ആക്ഷൻ കിട്ടുന്നുണ്ട്, അപ്പൊ പിന്നെ നിങ്ങൾക്ക് തന്നെ മെഡിസിൻ കൊടുത്തൂടെ? അപ്പം ആ ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് നിന്ന് അങ്ങനെ കേട്ടപ്പോ വളരെ സന്തോഷം തോന്നി. കാരണം അവര് തന്നെ നമ്മുടെ മെഡിസിൻ യൂസ് ചെയ്യാനാണ് പറയുന്നത്. സോ ആ ഒരു കൗൺസിലർ. സോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. പിന്നെ ഇറങ്ങി വരുന്ന കുട്ടികൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് പറയുമ്പം എനിക്ക് തോന്നുന്നു ഫസ്റ്റ് തന്നെ ലാക്ക് ഓഫ് ഗൈഡൻസ് ആണെന്ന് തോന്നുന്നു. അപ്പം ബേസിക്കലി ഒരു ബേസ് ഇല്ലാണ്ട് വരുമ്പോ അവർക്ക് നെക്സ്റ്റ് എന്ത് ചെയ്യണം എന്നുള്ളത്, ഇപ്പൊ നമ്മൾ ഒരുപാട് തിയറീസും കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. പക്ഷെ അതങ്ങനെ പ്രാക്ടിക്കലി ഒരു ക്ലിനിക്ക് ഇടുമ്പോ അതെങ്ങനെ അപ്ലൈ ചെയ്യും. ഇപ്പൊ സിംഗിൾ റെമഡി, സിംഗിൾ ഡോസ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷെ അതെങ്ങനെ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാന്നുള്ള കാര്യങ്ങളിൽ ഡൗട്ട് തോന്നുന്നു. പിന്നെ ഒരു ബിഗിനറിന് അത് ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. സോ ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് തന്നെ ആണെങ്കിൽ തന്നെ അവർ കൂടുതൽ പേരും മൾട്ടിപ്പിൾ ടിഞ്ചേഴ്സും മൾട്ടിപ്പിൾ പ്രിസ്ക്രിപ്ഷൻസിലോട്ടൊക്കെ പോകുന്നത് കാണേണ്ടി വരുന്നുണ്ട് ഇപ്പൊ. പിന്നെ ഇപ്പൊ നമ്മൾ പ്രാക്ടീസിന് പോകുന്ന സമയത്താണെങ്കിലും ഓരോ ഡോക്ടേഴ്സ് അവരുടെ മെത്തേഡ് ഓഫ് ട്രീറ്റ്മെന്റ് വ്യത്യാസമാണ്. സോ നമുക്കിപ്പോ ഏത് ഫോളോ ചെയ്യണമെന്നും ഭയങ്കര ഒരു കൺഫ്യൂഷൻ ബിഗിനേഴ്സിന് ഉണ്ടാവും, ഒരു സ്റ്റാൻഡേർഡൈസേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ. പിന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസും കുറവായത് കൊണ്ടിട്ട് കൂടുതൽ പേരും MPH പോലത്തെ കോഴ്സസ് ഇപ്പൊ ചൂസ് ചെയ്യുന്നത് കാണാം, അല്ലെങ്കിൽ നോൺ മെഡിക്കൽ ആയിട്ട് പോകുന്നുണ്ട്. സോ ഇതൊക്കെയാണ് തോന്നുന്നു നമ്മുടെ കറക്റ്റ് ചെയ്യപ്പെടേണ്ട കുറച്ച് രീതികൾ. പിന്നെ ക്ലിനിക്കലി നമുക്ക് ഒരുപാട്, അതായത് ഇപ്പൊ നമ്മുടെ കോളേജിലൊക്കെ ഒരു പേഷ്യന്റിന് IV ഇടണമെങ്കിൽ തന്നെ ഒന്നോ രണ്ടോ കുട്ടികൾക്കാണ് ഹോൾ കോളേജിൽ IV അല്ലെങ്കിൽ കത്തീഡ്രൈസേഷൻ ഒക്കെ അറിയണുള്ളൂ. അപ്പൊ ഈ ഒരു മേഖലയിൽ മീൻസ് നമ്മൾ കൂടുതൽ ഇത്തരം ആക്സസറി മാനേജ്മെന്റ് സ്റ്റഡീസും ആവശ്യമാണ്. അപ്പോഴാണ് നമുക്ക് ഈ അലോപ്പതി സിസ്റ്റമായിട്ട് കോമ്പീറ്റ് ചെയ്ത് പോവാനും പറ്റുള്ളൂ. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, വളരെ ഈ പറഞ്ഞ കണക്ക് ഓരോ പോയിന്റ് ആയിട്ട് ഇങ്ങനെ എടുത്ത് പറയാൻ കഴിയുന്നുള്ളതിന് വളരെ സന്തോഷം. ഞാൻ വിചാരിച്ച ബിന്ദു ശങ്കർ ഡോക്ടറിനകത്ത് കേട്ടിട്ട് കുറെ കാലമായി, ഇന്നിപ്പോ എന്ത് കണ്ടല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പം മോളുടെ സാന്നിധ്യമായിരിക്കും എന്തായാലും. ഒരുപാട് കാര്യങ്ങൾ പറയുകയുണ്ടായി. ഈ മൈൻഡ് കൺസിഡർ ചെയ്തുകൊണ്ട് ട്രീറ്റ് ചെയ്യണം എന്നുള്ളത്. ശരിക്കും പറഞ്ഞ ഇൻഡിവിജ്വലൈസ് ട്രീറ്റ്മെന്റ് എന്നും അല്ലെങ്കിൽ ഈ ഓർഗാൻ ടാർഗറ്റ് മെഡിസിൻ ഒക്കെ ഇപ്പം റീസെന്റ് ആയിട്ട് മെഡിക്കൽ വേൾഡിൽ അംഗീകരിച്ച് വരുന്നു. ഹോമിയോപ്പതി നേരത്തെ ചെയ്യേണ്ട കാര്യം തന്നെയാണ്. പിന്നെ ഒരു കാര്യം ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത്, ഈ സൈക്കോളജിസ്റ്റ് പറഞ്ഞല്ലോ നിങ്ങൾ അത് തന്നെ തുടരുമെന്ന്. എന്തുകൊണ്ടാണ്? ഏതൊക്കെ പ്രഗത്ഭന്മാരായ ഡോക്ടറുടെ നിങ്ങളുടെ മുന്നേ നടന്നവരുടെ അധ്വാനം കൊണ്ടാണ് തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടായത്, അല്ലേ? ആ ഒരു ഹോമിയോപ്പതി ലെവലിൽ എത്തിക്കാൻ കഴിഞ്ഞത് പഴയ തലമുറയുടെ ഒരു കഴിവ് തന്നെയാണെന്നുള്ളത് നമ്മൾ ഓർക്കണം. പിന്നെ ഈ ഗൈഡൻസ് പോരാന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ കണക്ക് ലോട്ടറി അടിച്ചില്ല എന്ന് പറയുമ്പോൾ പറയുന്നത്. കാരണം എന്താണ്? ഇപ്പൊ ഇതിനകത്ത് തന്നെയുള്ള 26 പേരിൽ എത്ര പേര് ഒരു ചെറുപ്പക്കാരൻ വെച്ചാൽ കുറവാണ്. അപ്പം കേൾക്കാൻ താല്പര്യമില്ല എന്നുള്ളതാണ് വസ്തുത. പിന്നെ മാത്രമല്ല, അറിയുന്നില്ല എന്നുള്ളതാണ്. ഇങ്ങനെ ഇത്ര 1200 ദിവസമായിട്ട് ഹോമിയോപ്പതിക്ക് അഭിമാനം ഉണ്ടാകുന്ന തരത്തിലൊരു പ്ലാറ്റ്ഫോമിൽ സെമിനാർ നടന്നിട്ടും വളരെ കുറച്ച് പേരെ അറിഞ്ഞു എന്നുള്ളത് നമ്മുടെ ഒരു പരാജയം തന്നെയാണ്. പിന്നെ മെത്തേഡ് ഓഫ് ട്രീറ്റ്മെന്റ്,
അത് സ്വാഭാവികമായിട്ടും മുമ്പോട്ട് പോകും തോറും ബ്രാഞ്ചസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇപ്പൊ ആയുർവേദത്തിൽ തന്നെ എങ്ങനെയാണ് പറയുന്നത്, ബ്രഹ്മാവിൽ തുടങ്ങി പല പല ബ്രാഞ്ചസ് വന്നെങ്കിലും അവസാനം തൻ തന്ത്രമാർ തീർത്താണ് ഓരോ സംഹിതകളായിട്ട് മാറുകയാണ്. അതിപ്പോ തന്നെ റിച്ചാർഡ് ഹ്യൂസിന്റെ കാലത്തുണ്ടായിരുന്ന മെത്തഡോളജി അങ്ങനെ മാറ്റം ഉണ്ടാകുന്നു. എന്നിരുന്നാൽ പോലും ഈ ശ്രീലക്ഷ്മി പറഞ്ഞ പോലെ ഒരു പ്രോട്ടോകോൾ വളരെ അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് മെഡിക്കൽ ഇൻഷുറൻസും ലീഗൽ സംഭവവും ഉള്ളപ്പോഴത്തേക്ക് ഒരു പ്രോട്ടോകോൾ ബേസ് ചെയ്ത് ട്രീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ലീഗൽ പ്രൊട്ടക്ഷൻ കിട്ടും. നിങ്ങൾ എന്തുകൊണ്ട് ആ മെഡിസിൻ കൊടുത്തില്ല, ഈ മെഡിസിൻ കൊടുത്തു? കോടതി ഒറ്റ ചോദ്യമേ ഉള്ളൂ. ഒരു ഹയർ എക്സ്പേർട്ട് ബോഡി ഒരു അഡ്വൈസ് കൊടുത്തു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യും. അത് നല്ലൊരു നിർദ്ദേശമാണ് പറഞ്ഞത്. പിന്നെ തൊഴിലവസരങ്ങളെ പറ്റി പറഞ്ഞു. തീർച്ചയായിട്ടും അത് സത്യമാണ്. പക്ഷേ മറുവശം ചിന്തിക്കേണ്ടത് ഈ ഒരുപാട് പേര് ഒരുപാട് മേഖലകളിൽ തൊഴിൽ വെല്ലുവിളി നേരിടുന്നു എന്നുള്ളതാണ്. ഈ നിയമ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ, പിന്നെ ഡെന്റൽ ഡോക്ടേഴ്സ് ഉൾപ്പെടെ, അലോപ്പതി ഡോക്ടർമാർ ഉൾപ്പെടെ കേരളത്തിൽ 4500 പേരാണ് ഒരു വർഷം MBBS കഴിഞ്ഞ് ഇറങ്ങുന്നത്. സർക്കാർ സർവീസിൽ ആപ്പാട് 5000 സീറ്റേ ഉള്ളൂ, 5000 വേക്കൻസിയേ ഉള്ളൂ ഹെൽത്ത് സർവീസിൽ. അതേസമയം ഹോമിയോപ്പതിയിൽ ആപ്പാടെ 315 പേരാണ് ഇറങ്ങുന്നത്. ഡിപ്പാർട്ട്മെന്റ് 700ഓളം പേരുണ്ട്. അപ്പൊ അത് നോക്കുമ്പോൾ പക്ഷെ എന്നിരുന്നാലും മെഡിക്കൽ കോളേജിൽ ഒരുപാടുണ്ട്. പിന്നെ പ്രൈവറ്റ് സ്ഥാപനങ്ങളുണ്ട്, ആശുപത്രികളുണ്ട്. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് വരുമ്പോൾ അത് റെഡിയാകും. പക്ഷെ അവിടെയും നമ്മുടെ എല്ലാം കഠിനാധ്വാനം ആവശ്യമാണ്. ക്ലിനിക്കൽ പ്രാക്ടീസിനെ കുറിച്ച് പറയുകയുണ്ടായി. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് സ്പെഷ്യലിസ്റ്റുകൾ ഓരോരുത്തരും അവരവരുടെ മേഖലയിൽ കൂടുതൽ വൈദഗ്ധ്യം നേടുന്നതായിരിക്കും നല്ലതാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, അടുത്ത ആളിലേക്ക് പോകാം. ആര്യ ഉണ്ടോ? ആദ്യം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണേ. ഓക്കെ, സ്വാഗതം. കേൾക്കാമോ? അതെ, 3-ാം വർഷം നമസ്കാരം, എന്റെ പേര് ആര്യ. ഞാൻ ട്രിവാൻഡ്രം സ്വദേശിയാണ്. ഞാനിപ്പോൾ കേൾക്കാമോ? ഒരു കാര്യം ചെയ്യും, വീഡിയോ ഓഫ് ആക്കിയിട്ട് സംസാരിക്കും. കുറച്ച് കറക്റ്റ് ആവും. ബാൻഡ്വിഡ്ത്തിന് പ്രശ്നമായിരിക്കും. ഓക്കെ, ഇന്ന് സംസാരിക്കും. ഇപ്പൊ കേൾക്കാമോ? കേൾക്കാം. ഓഡിബിൾ ആണോ? ഓഡിബിൾ. ഓക്കെ സർ. സർ, എന്റെ പേര് ആര്യ. ഞാൻ ട്രിവാൻഡ്രം സ്വദേശിയാണ്. കോട്ടയം NSS കോളേജിലെ 3-ാം വർഷ വിദ്യാർത്ഥി. സർ, എനിക്ക് പറയാനുള്ളത് ഇപ്പോ ഹോമിയോ വിദ്യാർത്ഥികൾ ഫേസ് ചെയ്യുന്ന കുറച്ച് പ്രോബ്ലംസിനെ പറ്റിയാണ്. അത് ഇപ്പോ ഇപ്പോൾ റീസെന്റ് ആയിട്ട് നമുക്ക് CBDC എന്നൊരു പുതിയ സ്കീമിലാണ് നമ്മൾ എല്ലാവരും പഠിക്കുന്നത്. കോമ്പിറ്റൻസി ബേസ്ഡ് ഡൈനാമിക് കരിക്കുലം, അങ്ങനെയാണ് അതിന്റെ ഒരു രീതി പോകുന്നത്. അപ്പോൾ അത് പക്ഷെ NCH പറയുന്നത് അത് ളിൽ നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻസ് വരത്തുള്ളൂ എന്നൊക്കെ അനുഭവിക്കുന്നുണ്ട്. അതായത് ഇപ്പം ഫസ്റ്റ് ഇയർ 3 സബ്ജക്റ്റേ ഉണ്ടായിരുന്നുള്ളൂ, അതിപ്പോ 5 സബ്ജക്റ്റ്, ഇപ്പോൾ അത് 10 സബ്ജക്റ്റ് ആയി. അപ്പൊ അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ സിലബസിൽ നിന്ന് ഇങ്ങനെ മാറുന്നുണ്ട്. അത് പക്ഷെ നമുക്ക് പ്രതികരിക്കാൻ പറ്റുന്നില്ല, അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ സാർ, യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോ ഓട്ടോപ്സി വിഷയത്തിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് സമീപിക്കുമ്പോൾ നമുക്ക് ഫോറൻസിക് മെഡിസിൻ ഉണ്ടോ, നമുക്ക് സർജറി ഉണ്ടോ, അതൊക്കെ അവർക്ക് വലിയൊരു കാര്യം പോലെയാണ് ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരായാലും സംസാരിക്കുന്നത്. അപ്പൊ നമുക്കിതൊക്കെ കണ്ടിട്ട് എന്തിനാണ് എന്നുള്ളൊരു ചോദ്യം അത് വല്ലാതെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. സർജറി എന്തിനാണ് നിങ്ങൾക്ക് ഡിസെക്ഷൻ ഉണ്ടോ, കോളേജിൽ ഡിസെക്ഷൻ ഹാൾ ഉണ്ടോ എന്നൊക്കെ അവർ ഇങ്ങനെ എടുത്തെടുത്ത് ചോദിക്കുകയാണ്. ഹോമിയോപ്പതി എന്ന് പറയുമ്പോൾ 3 വർഷത്തെ കോഴ്സ് അല്ലേ എന്നാണ് എല്ലാ കാര്യങ്ങളും നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. യാത്ര ചെയ്തപ്പോൾ എന്റെ അടുത്തിരുന്നത് ഒരു MBBS കാര്യങ്ങളെ പറ്റിയൊക്കെ അറിയാം, അത്യാവശ്യം. പക്ഷെ പുള്ളി പറഞ്ഞത് ഈ 3 സ്റ്റണ്ടായി പോയി. ഞാൻ പറഞ്ഞു അല്ല, അതൊക്കെ വിഷയങ്ങളുണ്ട് പഠിക്കാൻ. ഞാൻ പറഞ്ഞു അനാറ്റമി, ഫിസിയോളജി,
ഇതെല്ലാം ഉണ്ട്. MBBS സ്റ്റുഡൻസ് പഠിക്കുന്ന അതേ ടെക്സ്റ്റ് തന്നെയാണ് നമ്മളും ഉപയോഗിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന് എന്തോ അത് വിശ്വാസം വരുന്നില്ല. നിങ്ങൾക്ക് ഡിസെക്ഷൻ ഉണ്ടോ? ആ ഡിസെക്ഷൻ ഉണ്ട്. ഡിസെക്ഷൻ നേരാവണ്ണം തന്നെയാണോ ചെയ്യുന്നത്? ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ്. അത് അങ്ങേയറ്റം ഡോക്ടേഴ്സ് മുതൽ MBBS വേറെ സ്ട്രീമിലെ ഡോക്ടേഴ്സ് മുതൽ ഇങ്ങനെ താഴെ നമ്മളെ ബന്ധുമിത്രാദികൾ വരെ നമ്മളെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ട് MBBS പോയില്ല? കിട്ടാത്തത് കൊണ്ട് മാത്രമാണോ BHMS വന്നത്? അതുപോലെ തന്നെ ഇത് എല്ലാത്തിലുമുള്ള ഈ സർജറി OP അങ്ങനെയൊക്കെ കാര്യങ്ങൾ നമുക്കുണ്ടല്ലോ സർ. അപ്പൊ അത് അങ്ങനത്തെ OPകൾ അതൊക്കെ എന്തിനാണ് നിങ്ങളുടെ കോളേജസിൽ കാണാമല്ലോ എന്നൊക്കെ പല ക്വസ്റ്റ്യൻസ് നമുക്ക് ഇങ്ങനെ എന്തുകൊണ്ട് ഇത് പഠിക്കുന്നു, ഈ സബ്ജക്റ്റുകൾ ഉണ്ട് എന്നൊരു ചോദ്യം വരുന്നുണ്ട്. അപ്പോ യൂണിവേഴ്സിറ്റിയിൽ നിന്നും നമ്മൾ ഫേസ് ചെയ്യുന്നത് വലിയ ഒരു എന്താ ഒരു സെക്കൻഡ് ഒരു പ്രയോറിറ്റി മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. എപ്പോഴും MBBS ഫേവർ ചെയ്ത് തന്നെയാണ് അവർ സംസാരിക്കുന്നത്. എന്ത് കാര്യം നമ്മൾ എടുത്തു പറയുന്നുണ്ടെങ്കിലും, എക്സാമിന്റെ കാര്യമായിരുന്നാലും സിലബസിന്റെ കാര്യമായിരുന്നാലും അല്ലെങ്കിൽ ഒരു ചെറിയ ഓട്ടോപ്സിയുടെ കാര്യമായിരുന്നാലും അവരതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. പോരാഞ്ഞിട്ട് തന്നെ കേരളത്തില് പ്രൈവറ്റ് കോളേജ് എന്ന് പറയാനായിട്ട് ഹോമിയോ കോളേജ് ഇല്ല. ആകെ 5 കോളേജസ് ഉണ്ട്. അതില് എയ്ഡഡ് കോളേജസും ഗവൺമെന്റ് കോളേജസും ആണുള്ളത്. അപ്പൊ ആ കാര്യം പോലും വ്യക്തമായിട്ടില്ല ഇപ്പോഴും യൂണിവേഴ്സിറ്റിക്ക്. അങ്ങനെ ഒരു നിയമം ഇറങ്ങിയിരുന്നു ഓട്ടോപ്സിയുടേത്. പക്ഷെ ഞങ്ങള് ഏപ്രിലില് ഞങ്ങൾ ഇമെയിൽ അയച്ചു, മെയ്യിൽ ഞങ്ങൾ സെക്രട്ടേറിയറ്റിൽ ചെന്ന് കണ്ടു. പക്ഷെ ഇതുവരെയും ഞങ്ങൾക്ക് ആ ഒരു സർക്കുലറിൽ അവർക്ക് ഒരു മാനേജ്മെന്റ് കോളേജിന്റെ അല്ല, എയ്ഡഡ് കോളേജ് ആണ് എന്ന് അവർക്ക് തിരുത്താൻ ഇതുവരെയും പറ്റിയിട്ടില്ല. അപ്പോ ഇത്രയും പ്രശ്നങ്ങൾ നമ്മൾ സ്റ്റുഡൻസ് ഫേസ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതുവരെയും അതൊരു ശരിക്കും പറഞ്ഞ ഒരു ഐഡന്റിറ്റി ക്രൈസിസ് ആയിട്ട് തന്നെയാണ് നമ്മൾ അത് കാണുന്നത്. എവിടെ പോയാലും ആൾക്കാർ ഇങ്ങനെ ചോദ്യങ്ങളാണ്. വളരെ കുറച്ചു പേര് മാത്രമേ, അത് അനുഭവമുള്ളവർ മാത്രമാണ് ഹോമിയോപ്പതി നല്ലതാണ് എന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ബാക്കിയുള്ളവരെല്ലാം വെറുതെ പഞ്ചാര ഗുളികയാണ്. അതുപോലെ തന്നെ ഈ ഇടയ്ക്ക് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ഷുഗർ ഉള്ളവർക്ക് ഹോമിയോപ്പതി മരുന്ന് കഴിച്ചുകൂടാ, എന്നാൽ ഷുഗർ കൂടും. അതുപോലെ തന്നെ ലിവർ സിറോസിസ് ഉള്ളവർക്ക് ഹോമിയോപ്പതി മരുന്ന് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മിസ്കൺസെപ്ഷൻസ് നമ്മളിങ്ങനെ കേട്ട് വരുന്നുണ്ട്. അതിപ്പോ കൂടി എന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ. കാരണം ഞാൻ കോളേജിൽ വന്നതിന് ശേഷം ഞാൻ ഈ കോഴ്സിന് പഠിക്കുകയാണെന്ന് പറയുമ്പോൾ ഞാൻ ഒരുപാട് ബാക്ക്ലാഷ് ഇങ്ങനെ റിലേറ്റീവ്സിൽ നിന്നായാലും എൻ്റെ സ്കൂൾ ഫ്രണ്ട്സിൽ നിന്നായാലും ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റുഡൻസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പോലും, കുഹാസിൽ നിന്ന് പോലും നമുക്ക് ഈ ഒരു ഒരു അവഗണനയാണ് നമ്മൾ നേരിടുന്നത് സർ. അപ്പൊ അത് നമുക്ക് ഈ സ്ട്രീമിൽ തന്നെ തുടരണമോ അല്ലെങ്കിൽ ഇത് എന്തിനു നമ്മൾ എടുത്തു എന്നുള്ള ഒരു ചോദ്യം തന്നെ നമ്മളിൽ പലപ്പോഴായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ MBBS കുട്ടികളുടെ അത്രയും സ്ട്രെങ്ത് നമ്മുടെ കോളേജുകളിലില്ല. അതുപോലെ തന്നെ നമുക്ക് തരുന്ന ചിലപ്പോൾ പരിപാടികളായിരുന്നാൽ പോലും നമ്മുടെ കോളേജസിലൊന്നും വലുതായിട്ടില്ല. ഒരു ക്യാമ്പസ് ലൈഫ് ഒന്നും നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ മെഡിക്കോസ് കാണിക്കുന്നത് പോലെയൊന്നും നമുക്കില്ല. അപ്പൊ ആ കാര്യത്തിലും ഏതൊരു കാര്യത്തിലായിരുന്നാലും നമുക്കൊരു സെക്കൻഡ് പൊസിഷനെ അവർ തരുന്നുള്ളൂ. ഇപ്പോ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് നമുക്ക് ഉണ്ടായിരുന്നു. ഒരു ചെറിയൊരു പുച്ഛം കലർന്ന ഒരു വർത്തമാനമാണ് അവരിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ വിദ്യാർത്ഥികൾ എന്ന നിലയിൽ നമുക്കൊരു സംശയമാണ് സാർ. നമ്മൾ എന്തുകൊണ്ട് ഇത് എടുക്കണമായിരുന്നോ എന്നൊക്കെ ഒരു സംശയം നമ്മുടെ ഉള്ളിൽ വല്ലാണ്ടുണ്ട്. ഓക്കെ, എന്തായാലും വളരെ ശ്രദ്ധേയമായ കാര്യങ്ങളാണ് ആര്യ പറഞ്ഞത്. അപ്പൊ അതിനകത്ത് നമ്മളൊരു കാര്യമുള്ളത്, അറ്റാക്ക് ഇസ് ദ ബെസ്റ്റ് വേ ഓഫ് ഡിഫൻസ് എന്ന് പറയും. തിരിച്ചൊരു ചോദ്യം നിങ്ങൾ ഏത് കോത്താഴത്തുനിന്ന് വന്നു തന്നെ ചോദിക്കേണ്ടത്. കാരണം ഇത്രയ്ക്ക് വിവരമില്ലാത്ത ഒരാൾ എങ്ങനെ MBBS ചോദിക്കേണ്ടത്. കാരണം എന്താണ്, കേരളത്തിലെ യൂണിവേഴ്സിറ്റി നടത്തുന്ന കോഴ്സുകൾ ഇവിടെ ഇത്രയും വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ഹോമിയോപ്പതി അംഗീകരിച്ചിട്ട് 90 വർഷമായി. പിന്നെ ഈ പറഞ്ഞ പോലെ ധാരാളം അലോപ്പതി ഡോക്ടർമാർ ഹോമിയോപ്പതി മരുന്ന് ഉപയോഗിക്കുന്നുണ്ട്. ഇത്രയും വിവരദോഷിയായ അങ്ങ് എങ്ങനെയാണ് ഇതിന് പഠിച്ചതെന്ന് തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നതോടുകൂടി മിക്കവാറും അവിടെ അവസാനിക്കും. എന്നോടാണ് ചോദിച്ചത്, തീർച്ചയായും ഞാൻ അങ്ങനെ തന്നെയാണ് മറുപടി തരുന്നത്. കാരണം യൂണിവേഴ്സിറ്റിയിലുണ്ട്, കുഹാസിലുണ്ടല്ലോ കോഴ്സ് അല്ലേ, ഇത്ര വിവരം കിട്ടാൻ എന്തിനാ ഇതിനകത്തിരിക്കുന്നതാണ് ചോദിക്കേണ്ടത്. അതാണ് വേണ്ടത്, അങ്ങനെ തന്നെയാണ് ചോദിക്കേണ്ടത്. തെറിക്ക് ഉത്തരം മുറിപ്പത്തൽ. സർ അതുപോലെ തന്നെ പുറത്ത് രാജ്യങ്ങളിൽ, ഫോറിൻ കൺട്രീസിലൊന്നും
BSMS വാലിഡ് അല്ല എന്നുള്ളൊരു തർക്കം കൂടി അത് BSMS മാത്രമല്ല, ഇവിടുന്ന് എടുത്തുകൊണ്ട് വേണം വിലയേറെ MBBS അവിടെ ചെന്നാൽ പുറത്ത് നിൽക്കുകയുള്ളൂ. അവിടെ പരീക്ഷ എഴുതി അത് കയറിയാലേ എങ്ങനെയാണ് അതിന്റെ ആര്യയുടെ നെറ്റ് പ്രോബ്ലം ഉണ്ട് കേട്ടോ. നമ്മുടെ ഡിഗ്രി അത് പ്രധാനപ്പെട്ട കാരണം അതിനുള്ള ശ്രമങ്ങൾ പല ഭാഗത്തുനിന്നും ഉണ്ടാകേണ്ടതുകൊണ്ട് ആരും ഉണ്ടാക്കിയില്ല എന്നുള്ള സത്യമാണ്. ഇപ്പൊ കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ നമ്മുടെ ജോസ് ഐസക് സാറിന്റെ തിരുവനന്തപുരത്ത് കോവളത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. വിദേശത്തുള്ള വലിയ വലിയ ഡോക്ടർമാർ സ്പെഷ്യൽ ക്വാളിഫിക്കേഷൻ ധാരാളം പേരോട് പഠിക്കാൻ വരുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ആരും അറിയുന്നില്ല എന്നുള്ളതാണ്, അറിയാൻ ശ്രമിക്കുന്നില്ല എന്നുള്ള ഖേദകരമായ കാര്യമുണ്ട്. അറിയിക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളത് വേറെ വശം. IFPH കയറി നോക്കുക, 65 രാജ്യങ്ങൾ IFPH ബ്രാഞ്ച് ഉണ്ട്, മെമ്പർഷിപ്പ് ഉണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ രാജ്യങ്ങളിൽ ധാരാളം ഡോക്ടർമാരൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ തന്നെ വലിയ തെളിവ്, ജീവിക്കുന്ന തെളിവ് തന്നെയല്ലേ. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതൊരു വെസ്റ്റേൺ മെഡിസിൻ ആണ്. അതായത് സ്ലെഡ്ജിങ് എന്ന് പറയുന്നത് ക്രിക്കറ്റിൽ കണ്ടിട്ടുണ്ടാവില്ല, ചെന്ന് ഒരു ബാറ്റ്സ്മാനെ ബോധപൂർവ്വം ചീത്ത വിളിക്കുകയും അല്ലെങ്കിൽ കളിയാക്കുകയും ചെയ്യുമ്പോൾ അവർ ഡീമോറലൈസ് ചെയ്യപ്പെടുക, ഔട്ട് ആവുകയും ചെയ്യും. അപ്പൊ ആ ഒരു സ്ട്രാറ്റജി പ്രയോഗിക്കുമ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അറ്റാക്ക് ഈസ് ദ ബെസ്റ്റ് വേ ഓഫ് ഡിഫൻസ് എന്ന രീതിയിൽ തിരിച്ചടിക്കുക തന്നെയാണ് വേണ്ടത്. പിന്നെ തെറ്റിദ്ധാരണ പലർക്കും വേറെ കാര്യമുള്ളത്, അവരെ സംബന്ധിച്ചോളം വരുമാനത്തിന്റെ ആണ് മരുന്നിന്റെ ചെലവെന്ന്, മരുന്ന് കച്ചവടമാണ് മെയിൻ പരിപാടി പലർക്കും. നമുക്കെല്ലാവർക്കും അറിയാം, എല്ലാവരും അങ്ങനല്ല. അപ്പൊ അതുകൊണ്ട് ഒന്നിനെ ഈഴ്ത്തുക എന്നുള്ളതാണ്. പിന്നെ 3.5 വർഷത്തെ കോഴ്സ് എന്നുള്ള നേരത്തെ പറഞ്ഞതിന് ഉത്തരം, ഇതൊന്നും അറിഞ്ഞുകൂടാ പിന്നെ എന്തിനു നടക്കുന്നു തിരിച്ച് ചോദിക്കുക. അത് പഠിക്കാതെ ഡോക്ടർ എന്ന് പറഞ്ഞ അർത്ഥമില്ല. ഡോക്ടർ എന്ന വാക്കിന് പണ്ട് അർത്ഥം കൂടില്ലേ. നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം. അനുചന്ദ്, അൺമ്യൂട്ട് ചെയ്യാമോ? ഹലോ സാർ, കേൾക്കാമോ? പറയൂ, ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യണേ, പറയൂ. സാർ, എൻ്റെ പേര് അനുചന്ദ്. ഞാൻ ഡോക്ടർ പടിയാർ മെമ്മോറിയൽ ഹോമിയോപ്പതി കോളേജിലെ സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയാണ്. ഞാൻ ചെറുപ്പം മുതലേ ഹോമിയോപ്പതിയാണ് യൂസ് ചെയ്ത് വരാറ്. എൻ്റെ വലിയച്ഛൻ ഒരു ഹോമിയോപ്പതി ഡോക്ടറാണ്, ഡോക്ടർ എസ് ദിലീപ് കുമാർ. ഞാനും എൻ്റെ ഫാമിലിയും ചെറുപ്പം മുതലേ ഹോമിയോപ്പതിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഇതുവരെ ഒരു പാരസെറ്റമോൾ പോലും കഴിച്ചിട്ടില്ല. അപ്പൊ എനിക്ക് ആസ് എ ട്രൂ ഹോമിയോപ്പതി ഐ ബിലീവ് ഇൻ പ്രൊമോട്ടിങ് ഹോമിയോപ്പതി. ഇപ്പം എനിക്കിതുവരെ ഇങ്ങനെ ഹോമിയോപ്പതിയെ പറ്റി ഒരു സ്കോപ്പിന്റെ ഒരു ഡൗട്ടോ ഒരു എന്താ ഹോമിയോപ്പതിയിൽ ആൾക്കാരിലുള്ള ഒരു ഡിസ്ബിലീഫ് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എൻ്റെ റീജിയനിൽ എൻ്റെ വല്യച്ഛന് അടുത്ത് വരുന്ന പേഷ്യൻസിന്റെ ആ അളവ് കാണുമ്പോൾ തന്നെ എനിക്കറിയാം എന്തുമാത്രം സ്കോപ്പാണ് ഹോമിയോപ്പതിക്കുള്ളതെന്ന്. കാരണം ഒരുപാട് അലോപ്പത്സ് ഫെയിൽ ചെയ്ത കണ്ടീഷൻസ് എൻ്റെ വല്യച്ഛന് മാറ്റി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. സോ അതെനിക്ക് വല്ലാത്തൊരു ഒരു ട്രൂലി ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഇവന്റ് ആയിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. സോ ഒരു ഹോമിയോപ്പതിക് ബേസ് ഉള്ള ഒരാൾക്ക് ഒരിക്കലും ഹോമിയോപ്പതിയെ പറ്റി സ്കോപ്പിന്റെ ഡൗട്ടോ മറ്റൊരാള് ഇപ്പോ ഹോമിയോപ്പതിയെ പറ്റി അറിവില്ലാത്ത ഒരാള് മറ്റുള്ളവരോട് ചോദിക്കുമായിരിക്കാം, ഇത് പഞ്ചസാര മിഠായിയല്ലേ, ഗുളികയല്ലേ. ബട്ട് ആ ഒരു ഫീൽഡിൽ വന്ന് ആ മരുന്ന് കഴിച്ച് ഇതുവരെ മാറാത്ത ഒരു ക്രോണിക് ഇൽനെസ് മാറിയ ഒരാൾ ഒരിക്കലും അങ്ങനെ ചോദിക്കത്തില്ല. സോ ഇതുവരെ ഞാൻ അങ്ങനെ ഒരു സ്കോപ്പിനെ പറ്റിയോ ഒന്നിനെ പറ്റിയോ ഞാൻ ചിന്തിച്ചിട്ടില്ല. കാരണം ഞാൻ ഇപ്പോഴാണ് സത്യം പറഞ്ഞ ആര്യ പറഞ്ഞപ്പോഴാണ് എനിക്കത് കൂടുതൽ ഞാൻ ഇങ്ങനെ കേൾക്കുന്നത്. കാരണം എൻ്റെ റിലേറ്റീവ്സ് ഒക്കെ ഇപ്പൊ എന്നെ കാണാൻ നേരത്ത് പറയുന്നത്, ഓ സന്തോഷം, വെല്ലിച്ചന്റെ പാത തുറന്നതിൽ സന്തോഷം, ഒരുപാട് വളർന്ന് നന്നാവട്ടെ. അങ്ങനെ വെല്ലിച്ചൻ ട്രീറ്റ് ചെയ്ത പേഷ്യൻസ് എന്നെ കണ്ടാലും അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോഴും എനിക്ക് ഒരുപാട് സന്തോഷമാണ് തോന്നാറ്. സോ എനിക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ്. ബേസിക്കലി ഹോമിയോപ്പതി ബേസ് ഇല്ലാത്തതും ഹോമിയോപ്പതിയിലേക്ക് പുതിയതായിട്ട് വരുന്ന സ്റ്റുഡൻസ് ഉള്ള ഒരു ഡൗട്ട്, അതിൽ ഞാൻ കുറച്ച് പോയിന്റ് എഴുതി വെച്ചിട്ടുണ്ട്. എപ്പോഴെങ്കിലും ഒരു ഇതുപോലെ മീറ്റിംഗ് ഉണ്ടാവുകയാണെങ്കിൽ ഒന്ന് പറയണമെന്ന് വെച്ചിട്ടാണ്. സോ ബേസിക്കലി ഞാൻ ഫസ്റ്റ് ഇയർ വന്നപ്പോഴേ ഹോമിയോപ്പതി ഇതുവരെ യൂസ് ചെയ്യാത്ത സ്റ്റുഡൻസ് അവരെന്താണ് ഹോമിയോപ്പതിയിൽ നിന്ന് പുറകോട്ട് വലിക്കുന്നത്, എന്താണ് അവർ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ എന്ന് ഞാൻ ഒബ്സർവ് ചെയ്യുമായിരുന്നു. സോ ഫസ്റ്റ് ഓഫ് ഓൾ അവർ പറഞ്ഞത് ഹോമിയോപ്പതിക്ക് എമർജൻസി മെഷേഴ്സ് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഒരു ഹോമിയോപ്പതി ഡോക്ടേഴ്സിന്, അതായത് ഒരു ബേണോ ഇപ്പോൾ ചെറിയൊരു ബ്ലീഡിങ് കണ്ടീഷൻ ആയിട്ട് വരുവാണെങ്കിൽ ബേസിക് ഫസ്റ്റ് എയ്ഡ് സിലബസിൽ പഠിപ്പിക്കുന്നില്ല. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് CPRന്റെ കാര്യമാണ് പറയുന്നത്. സോ CPR ഓൾമോസ്റ്റ് എല്ലാ ഡോക്ടേഴ്സ് അറിഞ്ഞിരിക്കേണ്ട ഒരു എമർജൻസി ടെക്നിക്കാണ്. സോ അത് സിലബസിൽ പഠിപ്പിക്കുന്നില്ല.
അപ്പം CPR വേണ്ടി വന്ന ഒരു അവസരം ഒരു സൊസൈറ്റിയിൽ വന്നാൽ സൊസൈറ്റി ചോദിക്കുമ്പോൾ ഡോക്ടർ ഉണ്ടോ, നമ്മളുടെ ഒരു ഡോക്ടർ ഉണ്ടോ? ഡോക്ടർ ഉണ്ട്. ഡോക്ടർ ഇപ്പൊ പേഷ്യന്റിന് ഒരു കാർഡിയാക് അറസ്റ്റ് വന്ന് കിടക്കുകയാണെങ്കിൽ CPR ആണ് യൂസ് ചെയ്യേണ്ടത്. CPR ചെയ്യാന്ന് ചോദിക്കാൻ, അയ്യോ ഞാൻ VHMS ആണ് പഠിച്ചത്, എനിക്ക് CPR അറിയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ പറ്റത്തില്ല. A doctor is a doctor, he has to do his duties. So CPR മെയിൻ ആയിട്ട് ഒരു സിലബസിൽ, ഐ മീൻ ബേസിക് ഫസ്റ്റ് എയ്ഡ്സ് സിലബസിൽ ഉൾപ്പെടുത്തണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് എന്തുകൊണ്ടാണ് ഇത്ര നാളും അത് ഒരു ബേസിക് മെഷേഴ്സ് ഇല്ലാത്തതെന്ന് എനിക്കറിയില്ല. സോ അതാണ് എൻ്റെ മെയിൻ കൺസേൺ, സ്റ്റുഡൻസിന്റെ മെയിൻ കൺസേൺ. സെക്കൻഡ്ലി, ആര്യ പറഞ്ഞ പോലെ എബ്രോഡ് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ ആയുർവേദത്തിനൊക്കെ ഒരുപാട് സ്കോപ്പ് ഉണ്ടെന്ന് ഒരുപാട് പേർക്ക് അറിയാം. കാരണം ആയുർവേദത്തിൽ നിന്നും ഫോറിനേഴ്സ് ഇന്ത്യയിൽ വന്ന് ചികിത്സ നേടുന്നത് നമുക്കറിയാവുന്നതാണ്. സോ ആയുർവേദവും അലോപ്പതിയും പോലെ എബ്രോഡ് ഹോമിയോപ്പതിക്ക് ഒരു സ്കോപ്പ് ഉണ്ടോ? ഹോമിയോപ്പതിയെ പറ്റി എബ്രോഡ് അങ്ങനെ വലിയ ന്യൂസ് കിട്ടുന്നില്ല. ഈവൻ ഇപ്പം ജർമ്മനിയിൽ തന്നെ, ഹോമിയോപ്പതി ജർമ്മനിയിലാണല്ലോ ഉത്ഭവിച്ചത്, ജർമ്മനിയിൽ തന്നെ അതിനൊരു സ്കോപ്പ് ഉള്ളതായിട്ട് പൊതു അറിവില്ല. ഇനി ഉണ്ടായിരിക്കാം, ചിലപ്പോൾ എനിക്ക് അറിയാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം, ഒരു പൊതു നോളജ് ആരും പറയുന്നില്ല. നെക്സ്റ്റ്ലി എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് വരുമ്പോൾ അവർക്ക് ഹോമിയോപ്പതിയെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണയുണ്ട്. അത് പഠിച്ചു വരുമ്പോഴേ അവർക്ക് ആ ഒരു തെറ്റിദ്ധാരണ ക്ലിയർ ആയി കിട്ടത്തുള്ളൂ. അപ്പോൾ ആ ഒരു പഠിച്ചു വരുന്നവരെ അവർ ആ ഒരു ഉള്ളിൽ ഒരു ഡൗട്ട് വെച്ചിട്ടാണ് പഠിക്കുന്നത്. എക്സാമ്പിൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതെന്നു വെച്ചാൽ, നമ്മൾ സത്യം പറഞ്ഞാൽ എന്തിനാണ് അനാട്ടമി ഫിസിയോളജിക്ക് ഇത്ര ഡീപ്പായിട്ട് പഠിക്കുന്നത്? ഈ ഹോമിയോപ്പതി മെറ്റീരിയൽ മേടിക്കുക ഹെൽത്തി ഹ്യൂമൻ ബീങ്ങിൽ പ്രൂവ്ഡ് ആയിട്ടൊരു സംഭവമല്ലേ? സോ ഒരു പേഷ്യന്റ് വന്നാൽ ഈ ഇന്ന സിംറ്റംസ് നോക്കുക, ആ ഡ്രഗ് എടുത്ത് കൊടുത്താൽ പോരെ? സത്യം പറഞ്ഞാൽ മെറ്റീരിയൽ മേടിക്കുക മാത്രം ബൈഹാർട്ട് ചെയ്ത ഒരാൾക്ക് സക്സീഡ് ആയിക്കൂടെ എന്നാണ് എൻ്റെ ഫ്രണ്ട് ചോദിച്ചത്. ഒരുപക്ഷെ ഒരു ഹോമിയോപ്പതി ഡോക്ടറിന് അല്ലെങ്കിൽ ഹോമിയോപ്പതി അറിയാവുന്ന ഒരാൾക്ക് ഇത് മണ്ടത്തരായിട്ട് തോന്നാം. ചുമ്മാ മെറ്റീരിയൽ മേടിക്കുമ്പോൾ എത്ര മാസം എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക. ബട്ട് ഇത് ബേസ് ഇല്ലാത്ത സ്റ്റുഡൻസ് എങ്ങനെയാണ് ചിന്തിക്കുന്നത്? അപ്പം അതിന് എന്താ ഇപ്പൊ തിരിച്ചതിനെ പറയാൻ ചോദിച്ചാൽ ഐ വാസ് സ്പീച്ച്ലെസ്. എനിക്ക് തിരിച്ചൊന്നും അന്നേരം പറയാനുള്ള അറിവുണ്ടായിരുന്നില്ല. ദെൻ ഹോമിയോപ്പതിയുടെ ആ ഒരു വേ ഓഫ് ട്രീറ്റ്മെന്റ്, അതിപ്പം ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ വന്ന ദിവസം ഹോമിയോപ്പതിയുടെ ഫാർമസിയിൽ മെഡിസിൻസ് ഒക്കെ പൊതിയുന്ന കാണിച്ചായിരുന്നു. സോ ആ മെഡിസിൻസിൽ നമുക്കറിയാം ഒരു മിനിമം ഡോസ് മതി ഒരു റിയാക്റ്റീവ് പവേഴ്സ് നമ്മൾ എത്തിക്കാൻ, അതിന് വേണ്ട ഡോസ് മാത്രം ഒഴിച്ചാൽ മതി. ബട്ട് ഒരു ഹോമിയോപ്പതിക് പെർസ്പെക്റ്റീവ് നല്ലത് നോക്കാൻ നേരത്ത് ഒരു ഷുഗറോ മിൽക്കിൽ കുറച്ച് തുള്ളി ഇങ്ങനെ ഒഴിക്കുന്നു. അപ്പൊ ആ കുട്ടികളിൽ ഹോമിയോപ്പതി സ്വീകരിക്കാൻ നേരത്ത് അവർ നോക്കാൻ നേരത്ത് 1-2 തുള്ളി മതിയോ? ഈ 1-2 തുള്ളി കൊണ്ട് എങ്ങനെയാണ് റിയാക്ഷൻ കിട്ടുക? അതെങ്ങനെയാ മരുന്ന് ഒരു എഫക്റ്റ് ഉണ്ടാകുക? ആ ഒരു റീസൺ മൂലം ഇപ്പൊ ഒരു പനി വന്നാലോ എന്ത് വന്നാലോ ചില കുട്ടികൾ, ഐ മീൻ ഫസ്റ്റ് ഇയേഴ്സിലെ കുട്ടികൾ ഹോമിയോപ്പതി സ്വീകരിക്കൽ നിന്ന് പുറകോട്ട് വലിയുന്നുണ്ട്. മാത്രമല്ല അക്യൂട്ട് കേസസ് ഹാൻഡിൽ ചെയ്യാൻ ഹോമിയോപ്പതിക്ക് എപ്പോഴും ഒരു ഡ്രോബാക്ക് ഉണ്ടെന്നാണ് പൊതുവേ ഉള്ള ഫസ്റ്റ് ഇയേഴ്സിന്റെ ഒരു അഭിപ്രായം. അതായത് ഇപ്പൊ ഒരു തലവേദന വന്നാൽ ആരായാലും ഒരു ഡോളോ അല്ലേ ഇപ്പൊ എടുക്കത്തുള്ളൂ. ആരും ഹോമിയോപ്പതി റെമഡിക്ക് വേണ്ടി ട്രീറ്റ് ചെയ്യണ അത്രയും ഇരിക്കത്തില്ലല്ലോ. അതുപോലെ തന്നെ ഒരു ഹോമിയോപ്പതി ഡ്രഗ് സ്വീകരിക്കാൻ നേരത്ത് ചില സ്റ്റുഡൻസിൽ ഒരു എക്സ്ട്രീം അഗ്രവേഷൻ സിംറ്റംസ് ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യമായിട്ട് ഹോമിയോപ്പതി സ്വീകരിച്ചുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, എക്സ്ട്രീം അഗ്രവേഷൻ ഉണ്ടായത് കൊണ്ട് പിന്നീട് ഹോമിയോപ്പതിയിലേക്ക് പോകാൻ അവർക്കൊരു മടി. അതും ഒരു ഫാക്ടറായിട്ട് ഞാൻ കാണുന്നു. സോ ബേസിക്കലി എനിക്ക് ഇത്രയാണ് പറയാനുള്ളത്. സോ ഞാൻ ഹോമിയോപ്പതിയിൽ ബിലീവ് ചെയ്യുന്ന ഒരാളാണ്. സോ അതുകൊണ്ടാണ് എന്താണ് ഹോമിയോപ്പതിയിൽ നിന്നും കുട്ടികളെ പിൻവലിക്കുന്നത്, അതിനെന്താണ് ഒരു പരിഹാരം, സോ അത് അന്വേഷിക്കാൻ ഒരു വേദിയാണെന്ന് കേട്ടു. സോ അവിടെ ഞാൻ പ്രസന്റ് ചെയ്തു. താങ്ക് യു. വളരെ നന്ദി. എന്തായാലും നിങ്ങൾ ഈ ഒരു പ്രായത്തിൽ ഇത്രയധികം കാര്യങ്ങൾ ചിന്തിച്ചു, മാത്രമല്ല വളരെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയുണ്ടായി. അത് തന്നെയാണ് വേണ്ടത്. ഒരുപക്ഷെ കോളേജിന്റെ ആ ഒരു അന്തരീക്ഷം ഒരു പക്ഷേ നിങ്ങളെ സഹായിച്ചിട്ടുണ്ടാകും, മാത്രമല്ല പാരമ്പര്യം. അപ്പൊ അവിടെയാണ് പലരും ചിന്തിക്കേണ്ടത്. ഹോമിയോപ്പതി പഠിച്ച് ഹോമിയോപ്പതി ഉപജീവന മാർഗം കഴിക്കുന്ന പലരും അതിൽ നിന്ന് അടുത്ത തലമുറയെ വഴിതിരിച്ച് വിടുന്നു എന്നൊരു, എന്തു പറയാൻ, അവരുടെ ഇഷ്ടത്തിനല്ല, രക്ഷകർത്താക്കൾ തന്നെ ആ ഒരു ക്രൂരകൃത്യം ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിൽ കഴിയുന്ന ഒഴിവാക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ എബ്രോഡ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോൾ ദേശരാജ്യങ്ങളെല്ലാം സമ്പത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്നിരുന്നാൽ പോലും നമ്മുടെ IUPAC ഡോക്ടർ ബിയാട്രിസ് ചെസ്നർ, അവർ പീഡിയാട്രിക്സും ഡെർമറ്റോളജിയും പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളവരാണ്. പക്ഷെ ഹോമിയോപ്പതി പ്രാക്ടീസ് ഒരുപാട് പേരുണ്ട്, ധാരാളം പേരുണ്ട്. അപ്പൊ അതുകൊണ്ട്
IFPH പ്ലാറ്റ്ഫോമുകൾ സ്ഥിരം കാണുന്ന ഒരാൾക്ക് അങ്ങനെ തോന്നാൻ വഴിയില്ല. അതുപോലെ കാനഡയിൽ ഒരുപാട് പേരുണ്ട്, തുർക്കിയിലുണ്ട്, ഗൾഫിലുണ്ടല്ലോ ധാരാളം. ഇപ്പൊ തിരുവനന്തപുരത്തിന് PMS ഡെന്റൽ കോളേജിൽ ഡെന്റിസ്റ്റ് ഹോമിയോപ്പതി ബ്ലെൻഡ് ചെയ്ത് ഇപ്പോൾ ഇവിടെ ഒരു OP തുടങ്ങിയിട്ടുണ്ട്. ഡോക്ടർ താഹ കഴിഞ്ഞ ദിവസം ഡെന്റൽ കോളേജിന്റെ ചെയർമാൻ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് സംസാരിച്ചതാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾ പിന്നെ ഈ പറഞ്ഞ പോലെ അക്യൂട്ട് കേസുകൾ മാനേജ് ചെയ്യാനുള്ള അത് പ്രധാനപ്പെട്ട കാര്യമാണ്. നേരത്തെ പറഞ്ഞൊരു പ്രോട്ടോകോൾ അവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് ആത്മവിശ്വാസം കിട്ടും. അത് തന്നെയാണ് അക്യൂട്ട് കേസ്, എമർജൻസി കേസുകൾ കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് തന്നെ നമ്മൾ IFPH പ്ലാറ്റ്ഫോം റഷ്യയിൽ ഡോക്ടർമാർ വന്നിട്ട് പറഞ്ഞിരുന്നു. അതായത് എമർജൻസി മെഡിസിൻ, ആംബുലൻസ് ഡോക്ടേഴ്സ് 2 കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അവർ പറഞ്ഞ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് ഈ സൈഡ് ഇഫക്റ്റ് അല്ല റിയാക്ഷൻസ് ഉണ്ടാക്കാത്തത് കൊണ്ട് തന്നെ അൺകോൺഷ്യസ് ആയ പേഷ്യന്റിൽ പോലും വളരെ സേഫ് ആണെന്ന് അവർ പറഞ്ഞത്. അത് അനുഭവത്തിൽ പറഞ്ഞതാണ്. എന്തായാലും നിങ്ങളുടെ വളരെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായി. ഇതെല്ലാം കൂടെ സമാഹരിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഈ കുട്ടികളുടെ തെറ്റിദ്ധാരണ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ പ്രധാന ഒരു കരിഷ്മയുള്ള അധ്യാപകർ പ്രധാന ഘടകമാണ്. അത് ഇപ്പം എല്ലായിടത്തും കുറഞ്ഞു വരുന്നത് ആരുടെയും കുറ്റമല്ല. ഹോമിയോപ്പതി വളരെ കോംപ്ലിക്കേറ്റഡ് സയൻസ് ആണ്, സിമ്പിളുമാണ്. അത് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അത് തലച്ചോറിനകത്ത് കയറുന്നത് എളുപ്പമല്ല. അതിന്റെ പ്രശ്നം കൂടെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിനകത്ത് കുറച്ച് മുതിർന്ന അംഗങ്ങളിലേക്ക് പോയിട്ട് തിരിച്ച് നിങ്ങളിലേക്ക് വീണ്ടും വരാം. ഫൈനൽ റൗണ്ട് നിങ്ങളുടെ രക്ഷകർത്താക്കൾ ബിന്ദു ശങ്കർ ഡോക്ടറെ, ബിന്ദു ശങ്കർ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യാമോ? ഡോക്ടറെ കണ്ട് കുറച്ച് നാളായെന്ന് എനിക്ക് തോന്നുന്നു, ശരിയാണോ? സാറേ കുറച്ചായി കേറിയിട്ട് കുറച്ചായി. ഓക്കെ, പറയൂ. ഒരു രക്ഷകർത്താവ് നിലയ്ക്ക് താങ്കളുടെ ഒരു വിലയിരുത്തൽ. സാറേ ഞാൻ മോള് പറഞ്ഞതുപോലെ മോള് വളരെ താല്പര്യത്തോടു കൂടി തന്നെയാണ് ഈ സിസ്റ്റത്തിലേക്ക് വന്നത്. നമ്മളാരും നിർബന്ധിച്ചിട്ടൊന്നുമല്ല, താല്പര്യത്തോടു കൂടി തന്നെയാണ് വന്നത്. നമ്മുടെ ഒരു പക്ഷേ നമ്മുടെ പ്രാക്ടീസ് കണ്ടത് കൊണ്ടാവാം. അതുപോലെ തന്നെ എൻ്റെ ഫാമിലിയിലും പ്രാക്ടീസ് ഉണ്ട്, വേറെ ഡോക്ടേഴ്സ് ഉണ്ട്, അത് കണ്ടതുകൊണ്ടും ആവാം. ഇതുപോലെ ഞാൻ വാക്സിനേഷൻ ഒന്നും എൻ്റെ 2 മക്കൾക്കും എടുത്തിട്ടില്ല ഇതുവരെ. എല്ലാം ഹോമിയോ മെഡിസിൻസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതുവരെ അവര് അത് കഴിച്ചിട്ടുള്ളൂ. അപ്പോ ഇപ്പൊ MDക്ക് കിട്ടിയപ്പോഴാണെങ്കിലും പുള്ളി വളരെ താല്പര്യത്തോടു കൂടി തന്നെയാണ് MDക്ക് ചേർന്നത്. പിന്നെയുള്ള കാര്യങ്ങളും പറഞ്ഞതുപോലെ നമുക്ക് പ്രാക്ടിക്കൽ ഫീൽഡ് കുറച്ച് പിള്ളേർക്ക് കൊടുക്കണം. അതിന് വേണ്ടി IV ഇടാനും അങ്ങനെയുള്ള വയലിസ് ട്യൂബ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കണം. പിന്നെ ഒരു കോൺഫിഡൻസ് ലെവല് നമ്മുടെ IFPH കയറിയാൽ തന്നെ നല്ലൊരു കോൺഫിഡൻസ് ലെവൽ കിട്ടും, സീനിയേഴ്സ് ഡോക്ടേഴ്സ് പറഞ്ഞത് കൊണ്ട് തന്നെ. കുട്ടികൾക്കൊരു നല്ലൊരു പ്ലാറ്റ്ഫോം തന്നെയാണ് നമ്മളുടെ IFPH. ഞാൻ മോളോട് കയറാൻ പറയാറുണ്ട്. അതുപോലെ CPR വളരെ കുട്ടി പറഞ്ഞതുപോലെ CPR നമ്മുടെ കുട്ടികൾ വളരെ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാനും അങ്ങനെ ഡ്രസ്സിങ്സ് അതൊക്കെ ഒന്ന് നമ്മുടെ കുട്ടികളെ ഒന്ന് നന്നായിട്ട് പരിശീലിപ്പിക്കണം. അതൊന്നും അവർക്ക് കോളേജുകളിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ്. മിക്ക കുട്ടികളും അടുത്ത ക്ലിനിക്കുകളിൽ, അലോപ്പതി ക്ലിനിക്കുകളിൽ പോയാണ് ഇത് കൂടുതലും പഠിക്കുന്നത് തന്നെ. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതൊക്കെ വളരെ നല്ലതായിരിക്കും കുട്ടികൾക്ക്. അതെ, നല്ല നിർദ്ദേശമാണ്. എന്തായാലും ഡോക്ടർ വന്നതിൽ സഹകരിച്ചതിന് വളരെ നന്ദി. ഇതിനകത്തുള്ള പങ്കെടുത്തതിൽ അല്ലെങ്കിൽ പാരന്റ്സ് അതിനകത്തുണ്ടോ? ഗിരിശങ്കർ ഉണ്ടോ? അതോ ആര്യ, അനുചന്ദ്, ആരെങ്കിലും പാരന്റ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സംസാരിക്കുക. ഇല്ലെങ്കിൽ നമുക്ക് ഹരിഹർ സാറിലേക്ക് പോവാം. ഹരിഹർ സാറേ, ഇതിൽ ഏറ്റവും തലമുതിർന്ന വ്യക്തികളുടെ ഒരാളാണ്. സാറിന്റെ എന്താ പറഞ്ഞത് കേട്ടിട്ട് എന്ത് തോന്നുന്നു? എനിക്ക് എൻ്റെ ക്ലിനിക്കിൽ എങ്ങനെയാണെങ്കിലും ഒരു ഡോക്ടർ ക്ലിനിക്കിൽ ഉണ്ടാവും. പുതുതായിട്ട് പഠിച്ചു വരുന്ന ആരെങ്കിലും ഉണ്ടാവും. ഇപ്പം ഒരു ശാലിനി എന്ന് പറയുന്ന ഒരു ഡോക്ടറാണ്. ആ കുട്ടി ട്രിവാൻഡ്രത്ത് പഠിച്ചതാണ്. അപ്പോൾ എനിക്ക് ആ കോളേജിൽ നടക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ ആ കുട്ടിയിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. എനിക്ക് വളരെ പരിതാപകരമായിട്ട് തോന്നിയിട്ടുണ്ട്. ഹലോ പോയോ? ഹലോ, വളരെ കേൾക്കാമല്ലോ എല്ലാം? അവിടുത്തെ സ്ഥിതി ഞാൻ കേട്ടിട്ട് എനിക്ക് വളരെ പരിതാപകരമായിട്ടാണ് തോന്നിയിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ഡോക്ടർ ശ്രീലക്ഷ്മി പറഞ്ഞത്, ആ കുട്ടി പറഞ്ഞത് തന്നെയാണ് ശ്രീലക്ഷ്മി പറഞ്ഞത്.
അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ്സ്, വിവിധ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അവിടെ. ഇപ്പൊ ഞാൻ ആ കുട്ടിയുടെ പേര് പറഞ്ഞത് ഇപ്പൊ തെറ്റായിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാര്യം ഇത് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഈ പ്ലാറ്റ്ഫോമിൽ അറിയുമല്ലോ. പക്ഷെ അറിയണം എന്നാണ് ഞാൻ പറയുന്നത്. അറിയണം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഡോക്ടർ ഈ സിംഗിൾ റെമഡി പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ വേറൊരു ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടർ മൾട്ടിപ്പിൾ റെമഡി പ്രിസ്ക്രൈബ് ചെയ്യുന്നു. അപ്പോൾ അവിടെ ആ പഠിക്കുന്ന കുട്ടി ദേ ബിക്കേം കൺഫ്യൂസ്ഡ്. ഞങ്ങൾ എങ്ങനെ പ്രിസ്ക്രൈബ് ചെയ്യണം? അത് ഈ ശ്രീലക്ഷ്മി ചോദിച്ച പറഞ്ഞ കൂട്ടത്തിൽ അത് പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. പിന്നെ അടുത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു സജഷൻ ഞാൻ പറയാം. സ്വല്പം സമയം എടുത്താലും ഞാൻ പറയാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികളെ ഒരു സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് ഇവര് ഈ നമ്മുടെ ഒരു നന്നായിട്ട് മെഡിസിനും മറ്റു കാര്യങ്ങളും എല്ലാം എക്വിപ്ഡ് ആയിട്ടുള്ള ഒരു വണ്ടി നേരെ ഗ്രാമങ്ങളിലേക്ക് പോകണം. ഓരോ ഗ്രാമങ്ങളിൽ പോയിട്ട് നമ്മൾ പണ്ട് പറയത്തില്ലേ, മല നമ്മുടെയൊക്കെ വന്നില്ലെങ്കിൽ നമ്മൾ മലയിടത്തേക്ക് പോകണം എന്ന് പറയും. നമ്മൾ അവിടെ പോയി ആ ഗ്രാമത്തിൽ പോയി ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും ആ ഗ്രാമത്തിൽ ഈ അവിടുത്തെ ഗ്രാമവാസികൾക്ക് മരുന്ന് കൊടുക്കണം. അവരുടെ രോഗങ്ങൾ നമ്മൾ മനസ്സിലാക്കണം, അവർക്ക് മരുന്ന് കൊടുക്കണം. അങ്ങനെ അവിടെ ഹോമിയോപ്പതിക്ക് ഒരു 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 ഇൻഫ്ലുവൻസ് അവിടെ നമ്മൾ ഉണ്ടാക്കണം. നമ്മൾ ഒരിക്കലും ഈ അലോപ്പതിക്കാരെ പോലെ എന്ന് ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിച്ചു പോയ കാര്യങ്ങളൊക്കെ തെറ്റിപ്പോയി. നമ്മൾ അവിടെ പോയി അവരെ കണ്ട് അവരുമായിട്ട് സംവദിച്ച് അവരുടെ അസുഖങ്ങളൊക്കെ മനസ്സിലാക്കി അവർക്ക് മരുന്ന് കൊടുക്കണം. അങ്ങനെ ഒരാഴ്ചത്തേക്കോ മറ്റോ മരുന്ന് കൊടുത്തു കഴിഞ്ഞ് അടുത്ത പ്രാവശ്യം നമ്മൾ ചെന്ന് അതിൻ്റെ റിസൾട്ട് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ കോളേജുകളിൽ നിന്ന് ഇതുപോലെ 2 or 3 വണ്ടികൾ എക്വിപ്ഡ് ആയിട്ട് വിവിധ ഗ്രാമങ്ങളിലേക്ക് പോകണം. അത് സെക്കൻഡ് ഇയറിലെ സ്റ്റുഡൻസ് തൊട്ട് അത് തുടങ്ങണം. അതാണ് അങ്ങനെ ഗ്രാമങ്ങളിൽ തോറും ഹോമിയോപ്പതിയുടെ ഈ ഗുണം അവിടുത്തെ ജനങ്ങൾ അറിയണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അലോപ്പതിയെ സംബന്ധിച്ച് അത് വേണ്ട. എന്താന്ന് വെച്ചാൽ അവര് എത്ര കുഗ്രാമത്തിൽ നിന്നാണെങ്കിലും മെഡിക്കൽ കോളേജിലെ ട്രിവാൻഡ്രം ആണെങ്കിൽ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ എത്തിച്ചേരും. നമ്മൾ അത്ര ആയിട്ടില്ല. നമ്മൾ 200 വർഷം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ നമ്മുടെ സിസ്റ്റം ആയിട്ട്. നമ്മൾ ഇത്രയൊക്കെ ഡെവലപ്പ് ചെയ്തില്ലേ? അതുകൊണ്ട് നമ്മൾ ഇനി അങ്ങനെ പാടുപെടണം. പാടുപെട്ടില്ല എങ്കിൽ ഈ പഠിച്ചിട്ട് വരുന്ന കുട്ടികളുടെയൊക്കെ ഭാവി വളരെ പരിതാപകരമായിരിക്കും എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അതാണ് ഒരു കോളേജുകളിൽ നടപ്പാക്കേണ്ട ഒരു സജഷൻ. പിന്നെ അവിടെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രിസ്ക്രിപ്ഷൻ പഠിച്ചോട്ടെ, അത് കുഴപ്പമില്ല. ഞാൻ തന്നെ ഇവിടെ എൻ്റെ ക്ലാസ്സുകളിലൊക്കെ ഞാൻ പറയാറുണ്ട്, 9 ടൈപ്പ് പ്രിസ്ക്രിപ്ഷൻ ഉണ്ട് ഹോമിയോപ്പതിയിൽ. നിങ്ങൾ ഒന്നല്ലേ പഠിക്കുന്നുള്ളൂ, കോളേജ് പഠിക്കുന്നുള്ളൂ. ഞാൻ 9 ടൈപ്പ് പ്രിസ്ക്രിപ്ഷൻ ഞാൻ പറയും. ആ 9 ടൈപ്പ് പ്രിസ്ക്രിപ്ഷൻ പറയുന്നത് എപ്പോഴാണ് അത് ചെയ്യേണ്ടി വരുന്നത് വെച്ചാൽ കേസ് ടേക്കിംഗ് എടുക്കുമ്പോഴാണ് നമ്മൾ ഏത് രീതി പ്രിസ്ക്രൈബ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത്. ആ കാപ്പാസിറ്റി നിങ്ങളുടെ കോളേജിലെ ടീച്ചേഴ്സിനില്ല. പറയാതിരിക്കാൻ നിർവാഹമില്ല. ഒരാള് ഒരു റെഗർ പിക്യൂലിയർ അൺകോമൺ സിംറ്റം കണ്ടാൽ അതിന് പ്രിസ്ക്രൈബ് ചെയ്യണമെന്നും, ഒരു ഇഞ്ചുറി ഉണ്ടായിട്ട് വരുന്നതിന് ആ രീതിയിൽ പ്രിസ്ക്രൈബ് ചെയ്യണമെന്നും, ഒരു എറ്റിയോളജിക്കൽ ഒരു ഇതിൽ നിന്ന് വന്നാൽ അങ്ങനെ പ്രിസ്ക്രൈബ് ചെയ്യണമെന്നും, അങ്ങനെ ഏതാണ്ട് പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇതനുസരിച്ചാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിസ്ക്രിപ്ഷൻ വേണമെന്നും, ഇങ്ങനെ ഏതാണ്ട് 9-10 ടൈപ്പ് പ്രിസ്ക്രിപ്ഷൻ. അത് ഈ കുട്ടികൾക്ക് അറിയാൻ മേലാത്ത കാര്യം എന്താ? ഈ ടീച്ചേഴ്സിന് അറിയാൻ മേല. അപ്പൊ അങ്ങനെ വരുമ്പോൾ കേസ് എടുത്തു കഴിയുമ്പം ഏത് രീതി പ്രിസ്ക്രൈബ് ചെയ്യണം എന്ന് ക്ലിനിക്കിൽ ഇരിക്കുമ്പോൾ ഈ കുട്ടിക്ക് മനസ്സിലാവും. ആ രീതി പ്രിസ്ക്രൈബ് ചെയ്താൽ രോഗം ഭേദമാകും. അതാണ് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്. അതിൽ നമ്മൾ ഈ ട്രൂ ഹോമിയോപ്പതിയാണോ ഇല്ലെങ്കിൽ അൺട്രൂ ഹോമിയോപ്പതിയാണോ എന്നൊന്നുമല്ല ഇന്ന് ചിന്തിക്കേണ്ടത്. അങ്ങനെ ട്രൂ ഹെനിമാനിയൻ മെത്തേഡ് അനുസരിച്ച് സിംഗിൾ റെമഡി പ്രിസ്ക്രൈബ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. പക്ഷെ നമ്മൾ കേസ് എടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഞാൻ ഏത് രീതി പ്രിസ്ക്രൈബ് ചെയ്യണം എന്ന്
ഒരു ക്യാൻസർ പേഷ്യന്റ് വന്നാൽ എങ്ങനെ ഞാൻ പ്രിസ്ക്രൈബ് ചെയ്യണം? അവിടെ നമ്മൾ ടൊട്ടാലിറ്റി എടുത്ത് സിംഗിൾ റെമഡിയിലേക്ക് പോകണോ അതോ അല്ലാത്ത രീതിയിൽ പ്രിസ്ക്രൈബ് ചെയ്യണോ? അത് നമ്മൾ തീരുമാനിക്കണം. ഈ തീരുമാനിക്കാനുള്ള കാപ്പാസിറ്റി കോളേജിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പം ഈ കുട്ടികൾക്ക് കിട്ടണം. ആ കിട്ടണമെന്നുണ്ടെങ്കിൽ സാധാരണക്കാരിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലണം. അതുകൊണ്ട് കോളേജ് അതോറിറ്റീസ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ തന്നെ ഈ വണ്ടികൾ, വെൽ എക്വിപ്ഡ് ആയിട്ടുള്ള വണ്ടികൾ ഗ്രാമങ്ങളിൽ പോയിട്ട് അവരെ കണ്ട് അവരുടെ ആ ഗ്രാമത്തെ നമ്മൾ ഏറ്റെടുത്ത് കഴിയുമ്പം അവിടെ നിന്ന് നമുക്ക് നല്ല നല്ല പേഷ്യൻസിനെ കിട്ടും. ഈ കുട്ടികൾ പഠിക്കും, മനസ്സിലാക്കും. അതൊന്ന്. പിന്നെ സർജറിയിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത അപൂർവ ചില കാര്യങ്ങളേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം ചെയ്യാം. എത്ര വലിയ ബേണിങ് വന്നാലും ചികിത്സിച്ച് ഭേദമാക്കാം ഹോമിയോപ്പതി കൊണ്ട്. അത് നിങ്ങൾക്കറിയാമോ? എത്ര വലിയ ബേണിങ് വന്നാലും ഒന്ന് പോലും കൊമളിക്കാത്ത രീതിയിൽ നമുക്ക് ബേണിങ് മാറ്റിയെടുക്കാം. എന്താ വെച്ചാൽ ഒരു ഡോക്ടർ ഒരു കുട്ടി പറഞ്ഞതുപോലെ നമുക്ക് സർജിക്കൽ കേസ് വന്നാൽ എന്ത് ചെയ്യും? സർജിക്കൽ കേസ് ഈ പശുവിന്റെ കൊമ്പ് സ്ക്രോട്ടം മുഴുവൻ തുളഞ്ഞു കയറി അപ്പുറത്ത് വന്നിട്ട് അതുവരെ ഹോമിയോപ്പതി കൊണ്ട് ഞാൻ ചികിത്സിച്ച് ഭേദമാക്കിയിട്ടുണ്ട്. ഇതൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ സ്റ്റുഡൻസിന് അറിയണം. എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് വരെ പഠിപ്പിക്കണം. ഈ കാര്യങ്ങളൊക്കെ അതാണ് സർജിക്കൽ. എല്ലാം സർജിക്കലായിട്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ആപ്സസ് ഇല്ലാത്തവരും ഒരു ഹോമിയോ ഡോക്ടർക്ക് അറിയാമില്ല. അതൊക്കെ വളരെ കഷ്ടമല്ലേ? അത് കോളേജിൽ പഠിപ്പിക്കണ്ടേ? അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു ഗ്രാമത്തിൽ ഇരിക്കുന്ന ഒരു ഡോക്ടർക്ക് അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതിന് അനസ്തേഷ്യ കൊടുക്കുന്നതിന് അവിടെ കുത്തിവെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനുള്ള മരുന്നുണ്ട് നമുക്ക് ഹോമിയോപ്പതിയിൽ. താനെ പൊട്ടാനുള്ള മരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ആബ്സസ് വന്നാൽ പൊട്ടാതിരിക്കാനുമുള്ള മരുന്ന് നമുക്കുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊന്നും അവിടുത്തെ ടീച്ചേഴ്സ് നിങ്ങളെ പഠിപ്പിക്കുന്നില്ല. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ടീച്ചേഴ്സിന് അതിന് അനുഭവജ്ഞാനം ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രധാന ഘടകം. അങ്ങനെ കുട്ടികൾക്ക് ഇതൊന്നും അറിയുന്നില്ല. പിന്നെ ഈ CPR പോലുള്ള കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് പഠിപ്പിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതുമല്ല അവരെ പഠിപ്പിക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. അക്യൂട്ട് മാനേജ്മെന്റ്, ഹോമിയോപ്പതിയിൽ അക്യൂട്ട് മാനേജ്മെന്റ് ചെയ്യാൻ പോലെ വേറെ ഒരു സിസ്റ്റത്തിലും സാധിക്കത്തില്ല എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ് ആയിക്കോട്ടെ, വൊമിറ്റിംഗ് ആൻഡ് പർജിങ് ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ തല നെടുകെ മുറിഞ്ഞു വന്നതായിക്കോട്ടെ, അതെല്ലാം നമുക്ക് അക്യൂട്ട് മാനേജ്മെന്റ് ചെയ്യാൻ പറ്റും. അത് പക്ഷേ നിങ്ങളുടെ കോളേജിൽ പഠിപ്പിക്കുന്നില്ല. ഹോമിയോപ്പതി സിസ്റ്റം എന്ന് പറയുന്നത് ഞാൻ പറയും സമഗ്രമാണെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ എന്തായാലും ഒരു 80% കാര്യങ്ങൾ നമുക്ക് ഹോമിയോപ്പതി കൊണ്ട് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ പഠിക്കുന്നില്ല കുട്ടികളെ. അതുകൊണ്ടാണ് കാര്യം. ഇവർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരുമാതിരി നല്ല പ്രാക്ടീസ് ഉള്ള ഡോക്ടർമാരെ അവിടെ അപ്പോയിന്റ് ചെയ്യുകയും അവിടെ ചെയ്തിട്ട് ആ കേസുകൾ എടുത്ത് പഠിപ്പിക്കുകയും വേണം. പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഇത് കാര്യം ശരിയാവും. മുഖ്യമായിട്ട് ചെയ്യേണ്ടത് ഈ വണ്ടി ഒരു എക്വിപ്പ് ചെയ്ത് നിങ്ങൾ ഗ്രാമങ്ങളിൽ പോകുക, ഗ്രാമവാസികളെ കാണുക. അവര് നിങ്ങളുടെ അടുക്കലേക്ക് വരട്ടെ. ഓരോരോ രോഗത്തിന്റെ പേര് പറഞ്ഞ് നിങ്ങളുടെ അടുക്കലേക്ക് വരട്ടെ. അപ്പൊ നമുക്ക് അവിടെ അവരെ ചികിത്സിക്കാം, ഭേദമാക്കാം. നമ്മൾ ഒന്നും ഇനിയുള്ള കാലം അങ്ങനെ പറ്റത്തുള്ളൂ. അവരുടെ അടുക്കലേക്ക് നമ്മൾ ചെല്ലണം. ഞാൻ ഇനി നിങ്ങൾ ആരെങ്കിലൊക്കെ സംസാരിച്ചു കഴിയട്ടെ, എന്നിട്ട് ഞാൻ അടുത്തത് പറയാം. എന്തായാലും സാറ് വളരെ ആഴത്തുള്ള കാര്യങ്ങൾ പറയുകയുണ്ടായി. ഈ ഗ്രാമങ്ങളിലേക്ക് പോകുന്ന പറഞ്ഞാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ, അതായത് ഡോക്ടർ KN Paiയുടെ ആത്മകഥയുണ്ട്. അത് വായിച്ചു നോക്കി അറിയാം. 1960-70 സമയത്ത് ഈ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാര് ഗ്രാമപ്രദേശങ്ങളിൽ സാറ് പറഞ്ഞ പോലെ ബാച്ചായിട്ട് പോയി അവിടെ കുറെ ഫിലിമാണല്ലോ, സിനിമ ഡോക്യുമെന്റ് പ്രദർശനങ്ങളൊക്കെ നടത്തി ആൾക്കാരെ അവെയർ ആക്കി ഹോമിയോപ്പതിയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. പക്ഷെ നമ്മുടെ കോളേജുകളിൽ ആ ഒരു സംഭവം അക്കാലത്ത് ഉണ്ടായിട്ട് ഇപ്പൊ പലരും ചെയ്യുന്നുണ്ട്. നമ്മുടെ വിദ്യാരാജ കോളേജും അതൊരു ഗവൺമെന്റ് കോളേജിൽ ഔട്ട്റിച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. മാത്രമല്ല ശാരദാകൃഷ്ണ കോളേജിന് 26 ഇതുണ്ട്, പെരിഫറൽ സെന്റർ ഉണ്ട്. 1, 2, 26 കാട്ടിനകത്തുണ്ട്, നടക്കുന്നുണ്ട്. നമ്മൾ പലതും അറിയുന്നില്ല എന്നുള്ളത്. പക്ഷേ കുറെ കൂടെ ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഇത് സമയം അടുത്ത് വരുന്നുണ്ട്. അപ്പൊ വീണ്ടും അവരിലേക്ക് തന്നെ പോവുകയാണ്. ഈ 2 മിനിറ്റ് വെച്ച് ഗിരിശങ്കർ എന്ത് പറയുന്നു? സാർ, ഞാൻ മുമ്പ് പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞില്ലായിരുന്നു. പ്രശ്നങ്ങളെ കുറിച്ച്, അതായത് നമ്മളിപ്പം CBDC കരിക്കുലം പോലെ എന്റെ തൊട്ട് ജൂനിയർ തൊട്ടാണ് CBDC കരിക്കുലം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾക്ക് വരെ
ഓൾഡ് സ്കീം വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ CBDCക്കകത്ത് പുതിയ കുറെ നിയമങ്ങളും ഭേദഗതികളൊക്കെ വന്നിട്ടുണ്ട്. അതിനായിട്ട് മെയിൻ ആയിട്ട് വരുന്നത് അത് ഞങ്ങളെ അഫക്ട് ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ. അതിനകത്ത് ഒന്നാമത് പറയേണ്ടത് ഇപ്പൊ നമ്മളൊരു എക്സാം എഴുതിയില്ലെങ്കിലും നമ്മുടെ ചാൻസ് പോയി. നമുക്ക് ആ എക്സാമിന് അപ്പിയർ ചെയ്തില്ലെങ്കിൽ നമുക്കിപ്പോ കൈ ഒടിഞ്ഞിട്ടോ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടോ എക്സാം എഴുതാതെ പോയി കഴിഞ്ഞാൽ അത് ചാൻസ് പോയി. അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. അതുപോലെ തന്നെ ഇപ്പൊ അറ്റൻഡൻസ് ഇല്ലെങ്കിൽ, അതുപോലെ ആ ഒരു സബ്ജക്റ്റിന് ഇപ്പൊ ഒരു അറ്റൻഡൻസ് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ആ ഇന്റേണൽ മാർക്ക് കുറവാണെങ്കിൽ മൊത്തം എക്സാം എഴുതാൻ പറ്റില്ല. അങ്ങനെ ഒരു പരിപാടിയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പൊ അത് ഒരുപാട് കുട്ടികൾക്ക് അതൊരു പ്രശ്നം നേരിടുന്നുണ്ട് അതിലൂടെ. അത് എക്സാം ഒക്കെ എഴുതുന്നതിനകത്ത് കാര്യങ്ങളിലും ഒക്കെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അതുപോലെ ഒരുപാട് സ്റ്റഡിയും ഒരുപാട് വർക്ക് പ്രഷറും പഠിക്കാൻ ഒരുപാട് കൂടുതലാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. പിന്നെ വേറൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ നെക്സ്റ്റ് എക്സാം വന്നിരിക്കുന്നത്. ഇപ്പൊ ഞങ്ങൾക്ക് നെക്സ്റ്റ് എക്സാം വന്നിട്ട് ഞങ്ങളുടെ തൊട്ട് സീനിയർക്ക് വരെ നെക്സ്റ്റ് എക്സാം ഇല്ല. ഞങ്ങൾക്ക് തൊട്ടാണ് നെക്സ്റ്റ് എക്സാം വന്നിരിക്കുന്നത്. അപ്പം അതൊരു വലിയ പ്രശ്നം തന്നെ നെക്സ്റ്റ് എക്സാം. കാരണം ഇത് എഴുതി എക്സാം എല്ലാം എഴുതി പാസ്സാവുകയും വേണം. അത് കഴിഞ്ഞ് നെക്സ്റ്റ് എക്സാം വേണ്ടിയിട്ടും കൂടെ ഞങ്ങൾ അതിനു വേണ്ടിയിട്ടല്ല ശരിക്കും ഇപ്പം തിയറിറ്റിക്കൽ ആയിട്ട് ഞങ്ങൾ സ്റ്റഡി ചെയ്യിക്കുന്ന ഈ കോമ്പറ്റൻസി ബേസ്ഡ് CBDCക്കാർക്ക് ഒന്നും കൂടെ എളുപ്പമാണെന്ന് തോന്നുന്നു നെക്സ്റ്റ് എക്സാം എഴുതാനായിട്ട്. പക്ഷെ ഞങ്ങൾക്ക് ആ ഒരു പ്രിപ്പറേഷൻ, ആ ഒരു മെത്തേഡ് അല്ല ഞങ്ങൾ കോളേജിലാണെങ്കിൽ പഠിപ്പിക്കുന്നത്. അപ്പൊ അതൊരു പ്രശ്നമായിട്ട് ഈ നെക്സ്റ്റ് എക്സാം ഒന്ന് ഒഴിവാക്കുവായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് കൂടുതൽ എളുപ്പമായിരിക്കും. പിന്നെ കുട്ടികളോട് കൂടുതൽ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞതും ഈ എമർജൻസി കണ്ടീഷൻ ഹാൻഡിൽ ചെയ്യാൻ. ഇപ്പൊ ഒരു പെട്ടെന്ന് ബോധം കെട്ട്, ഞങ്ങളെ കോളേജിലാണെങ്കിൽ ബോധം കെട്ട് പെട്ടെന്ന് പരിപാടികളിലൊക്കെ പോയിട്ടുണ്ട് കുറെ കുട്ടികൾ. അപ്പൊ എല്ലാവരും ഓടി കൂടിയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നോക്കി നിൽക്കുക. അങ്ങനത്തെ ഒരു സ്റ്റേജിലേക്ക് ഡോക്ടേഴ്സ് ആണ് എല്ലാവരും. പക്ഷെ അവര് തന്നെ അറിയില്ല. കാരണം എന്താന്ന് വെച്ചാൽ പഠിപ്പിക്കുമ്പോൾ തന്നെ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അതൊരു പ്രശ്നം. പിന്നെ അതുപോലെ തന്നെ ക്ലിനിക്കൽ എക്സ്പോഷർ, നമ്മൾ പഠിക്കുന്ന പല കാര്യങ്ങളെ ഡിസീസിനെ കുറിച്ചും ജസ്റ്റ് തിയറിറ്റിക്കൽ ആയിട്ട് അതിന്റെ തിയറി പഠിച്ചിട്ട് എക്സാം എഴുതി പാസ്സായി ആ ഒരു രീതി ആവുന്നിരിക്കും. പക്ഷെ ആ കേസ് നേരിട്ട് കണ്ടിട്ട് അതെന്താണ് അതിൽ വന്നിരിക്കുന്നത്, അത് ക്യൂർ ചെയ്യാനായിട്ട് എന്താ നമുക്ക് വേണ്ടത്, അതിനെക്കുറിച്ച് ഒരു പ്രാക്ടിക്കൽ നോളജ് ഇപ്പൊ കോളേജുകളിലാണെങ്കിൽ തന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ഒന്നും വലിയ എക്വിപ്ഡ്, അത് കേസസ് വളരെ കുറവാണ്. ഒന്ന് രണ്ട് കേസ് നമ്മുടെ കോളേജിലാണെങ്കിൽ തന്നെ ഹോസ്പിറ്റലുകളിൽ കേസസ് വളരെ വെരിക്കോസ് വെയിൻ അങ്ങനത്തെ ചെറിയ ചെറിയ കേസുകളൊക്കെ തന്നെ ഉള്ളൂ. ഇപ്പം അതേപോലെ അലോപ്പതി ഹോസ്പിറ്റൽ പക്ഷെ അങ്ങനെയല്ല. ഒരുപാട് കേസസ് നേരിട്ട് കണ്ടിട്ട് അത് നമുക്ക് മനസ്സിലാക്കി പഠിക്കാനും ട്രീറ്റ് ചെയ്യാനായിട്ടും ഭാവിയിലാണെങ്കിലും ക്ലിനിക്കിൽ നമുക്ക് അത് ആവശ്യമുണ്ട്. ഈ കേസസ് എക്സ്പോഷർ വളരെ കുറവാണ്. അതിനുവേണ്ടി നമ്മൾ കൂടുതൽ ചികിത്സിക്കാനായിട്ട് കൂടുതൽ കേസസ് നമുക്ക് കണ്ടുപിടിച്ച് അതിനെ ക്ലിനിക്കൽ എക്സ്പോഷർസ് കൂടുതൽ കൊണ്ടുവരണം. പിന്നെ കൂടുതൽ കരിക്കുലം പെട്ടെന്ന് മാറുന്നു. അതാണ് മറ്റൊരു കുട്ടികൾ നേരിടുന്ന ഒരു പ്രശ്നം. പെട്ടെന്ന് മാറുന്ന ഈ കരിക്കുലം കൊണ്ട് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഇത്രയും നാളും പഠിച്ചു വന്നവരപ്പ ഡോക്ടേഴ്സ് അല്ലേ, ഇനി ബാക്കി വരുന്നവരും വേറെ രീതിയിൽ പഠിച്ചിട്ട് അവർ ഡോക്ടർ, അങ്ങനെ പല രീതിയിലുള്ള ഒരു സ്റ്റഡി രീതികളാണ് ഇപ്പൊ കൊണ്ടുവരുന്നത്. പിന്നെ ഇതുകൊണ്ടുള്ള നമുക്ക് സൊല്യൂഷൻസ് എന്തൊക്കെയാണ്? അപ്പം കൂടുതൽ സൊല്യൂഷൻ അവയർനെസ് ക്ലാസ്സുകൾ കൊണ്ടുവരിക, സ്കൂളുകളിലൊക്കെയാണ് തന്നെയും കുട്ടികളുടെ അവബോധം കൊണ്ടുവരിക, അവർക്ക് എന്താണ് ഹോമിയോപ്പതി എന്ന് മനസ്സിലാക്കി കൊടുക്കുക, കൂടുതൽ അവരെ ഈ കോഴ്സ് എടുക്കാൻ പ്രേരിപ്പിക്കുക. അതുപോലെ ജോലി സാധ്യതകൾ കൂടുതൽ കൊണ്ടുവരാൻ ഈ PSC നിയമനങ്ങളെല്ലാം അത് കൂടുതൽ കൊണ്ടുവരികയാണെങ്കിൽ കൂടുതൽ നമുക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് തന്നെ ഒരു മോട്ടിവേഷൻ ആയിരിക്കും. അവർക്ക് ഇപ്പൊ നല്ല നല്ല ആൻസൈറ്റി ഉണ്ട്, എന്ത് ചെയ്യും ഇത് കഴിഞ്ഞിട്ട്, കോഴ്സ് കഴിഞ്ഞിട്ട് വെറുതെ ജോലി ഇല്ലാതെ. വളരെ നമുക്കിപ്പം ഹോസ്പിറ്റൽസിലാണെങ്കിലും വേക്കൻസികളെല്ലാം ടെമ്പററി ആയിട്ട് ഇപ്പൊ എടുക്കുന്നത്, പെർമനന്റ് ആയിട്ട് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അലോപ്പതിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവായിട്ട് തോന്നുന്നു. പിന്നെ ഈ സ്പെഷ്യലൈസേഷൻസും ഹോമിയോപ്പതിയിൽ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവാനുണ്ട്. ENT, ഐ സ്പെഷ്യലിസ്റ്റ്, ഇങ്ങനത്തെ കുറച്ച് മേഖലകളിലെല്ലാം കൂടുതൽ ഡെവലപ്പ് ആവാനായിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ അതുപോലെ തന്നെ റിസർച്ചും കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവണം. ആനിമൽസിൽ അതുപോലെ പെറ്റ്സിലും ഒക്കെ ഈ ഒരു ശാഖ കൂടുതൽ ഇമ്പ്രൂവ് ആയിട്ട് വരണം. ആനിമൽ ട്രീറ്റ്മെന്റിൽ വെറ്റിനറി സയൻസിന്റെ ഒപ്പം തന്നെ ഹോമിയോപ്പതി എങ്ങനെ കൂടുതൽ കൊണ്ടുവരാം, റിസർച്ചിലൂടെ അത് കൊണ്ടുവരണം. പിന്നെ പ്ലാന്റ് ഡിസീസസ് ഒക്കെ ഉണ്ടല്ലോ, അതിന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഹോമിയോപ്പതിയിലൂടെ ചെയ്യാൻ പറ്റും. അത് ഒരു വിഭാഗം ആൾക്കാർ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുകയാണെങ്കിൽ അതിന്റെ യൂസ്ഫുൾ ആയിട്ട് നമുക്ക് കെമിക്കൽസ് ഒക്കെ അവോയ്ഡ് ചെയ്യാം അങ്ങനെയാണെങ്കിൽ. പിന്നെ കൂടുതലും കുട്ടികളിൽ കോൺഫിഡൻസ് കൊണ്ടുവരിക, ഈ പഠിക്കുന്ന കുട്ടികളിൽ തന്നെ ഹോമിയോപ്പതിയിലൂടെ കൂടുതൽ കേസസ് കാണിച്ച് അവരെ അതിനെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു കോൺഫിഡൻസ് കൊണ്ടുവരിക. പിന്നെ പ്രാക്ടിക്കൽ നോളജ് വളരെ കുറവാണ് കുട്ടികളിൽ, അതൊന്ന് കൊണ്ടുവരികയാണെങ്കിൽ പഠിക്കുന്ന ഒപ്പം തന്നെ പ്രാക്ടിക്കലി എങ്ങനെ നമുക്ക് നേരിടാം, കൂടുതൽ കേസസ് കണ്ടിട്ട് അതുപോലെ അതിന്റെ സൊല്യൂഷൻസും എല്ലാം കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഓക്കെ,
എന്തായാലും പറഞ്ഞ കണക്ക് CBDC ഞാൻ ഇതിനെ ഒരു ഇവാലുവേഷൻ നടത്തിയപ്പോൾ എനിക്ക് കിട്ടിയൊരു ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാല് കുട്ടികളെ നിലവാരത്തിൽ വ്യത്യാസം എന്നുള്ളതാണ്. ഈ VHMS പരീക്ഷയ്ക്ക് പോകുന്ന എക്സാമിനോട് ഞാൻ ചോദിച്ചു, CBDC പുതിയത് വന്നപ്പം അത് മുമ്പോട്ടുള്ള വ്യത്യാസം, ഇപ്പൊ കുറെ കൂടെ ആൻസറുകൾ കുട്ടികളിൽ കിട്ടുന്നു എന്നൊരു അഭിപ്രായം കിട്ടി. പിന്നെ എനിക്കൊരു പരാതി ഒരു ആക്ഷേപപ്പെടുന്ന ഒരു കാര്യം വെച്ചാൽ നിലവാരമുള്ള ടെക്സ്റ്റ് ബുക്കുകളല്ല ഇവിടെ നല്ല ഒരു കോളേജിലും പഠിപ്പിക്കില്ല എന്നുള്ളത്, മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ. നമ്മള് പഴയ കാലത്ത് പഠിക്കുന്ന സർജറിയുടെ ബെയിലി ഇപ്പൊ പഠിപ്പിക്കുന്നു, വേറെ ഏതോ ലോക്കൽ ഇതാണ്. വെറും ഗൈഡിനെ പോലെ ടെക്സ്റ്റ് ബുക്കുകൾ പഠിപ്പിക്കുന്നു. പിന്നെ 3 വയസ്സിലെ കുട്ടികളെ കൊണ്ട് പഠിപ്പിക്കേണ്ട തലച്ചോറ് പാഴാക്കി കളയുന്നു. അപ്പൊ ഈ ഒരു 15 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് ബ്രെയിനിന്റെ ഓൾമോസ്റ്റ് സ്പേസ് കുറയുന്നുണ്ട്. പിന്നെ അൺനെസസറി റെക്കോർഡ് എടുത്തിട്ട് 40-50 കേസ് റെക്കോർഡ് ചുമ്മാ എഴുതിക്കൊണ്ടിരിക്കും, ക്ലറിക്കൽ വർക്ക് പോലെ പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അതൊക്കെ മാറ്റേണ്ടതുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സിലബസ് മാറുന്നത് അത് തീർച്ചയായിട്ടും ഒരു മേജർ പ്രശ്നം തന്നെയാണ്. ഓരോ ദിവസം ഓരോ സിലബസ് പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആ കൺഫ്യൂഷൻ ഒരു അവസ്ഥയുണ്ട്. അതൊക്കെ നാഷണൽ NCH മുമ്പേ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അത് കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളും അസോസിയേഷനുകളും തീർച്ചയായിട്ടും പങ്കെടുക്കണം. പിന്നെ പ്രായോഗിക പരിചയത്തിന്റെ കാര്യത്തിൽ കുറവാണെന്ന് പറയാൻ തീർച്ചയായിട്ടും ഈ IFPC പ്ലാറ്റ്ഫോം എത്രയോ ദിവസമായിട്ട് 1200 ദിവസത്തിന് പുറത്തായിട്ട് ദിവസവും 3 സെഷൻ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കേൾക്കാൻ ആരെങ്കിലും തയ്യാറായിട്ടുണ്ടൊരു ചോദ്യം ഞാൻ മറുചോദ്യം ഉന്നയിക്കുകയാണ്. എന്തായാലും പങ്കെടുത്തതിന് നന്ദി. അടുത്ത ആളിലേക്ക് ശ്രീലക്ഷ്മിയിലേക്ക് പോകാം. ശ്രീലക്ഷ്മി 2 മിനിറ്റ്. ഹലോ കേൾക്കാം. സർ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ആക്സസറി മാനേജ്മെന്റ് പഠിക്കാൻ സ്റ്റുഡൻസിലേക്ക് എത്തിക്കാൻ വേണ്ടി കോളേജസിൽ തന്നെ അതിന്റെ ഇന്റേൺഷിപ്പിന്റെ സമയത്താണെങ്കിലോ അതിന് മുന്നേ തന്നെ അത് പഠിപ്പിക്കുന്ന ഒരു രീതി തുടങ്ങണം. അപ്പോഴാണ് നമുക്ക് എമർജൻസി ആയിട്ട് IV-യോ റിപ്പീറ്ററോ ഒക്കെ ഇടേണ്ടി വന്നാൽ അതിന് പറ്റുള്ളൂ. പിന്നെ നമ്മളൊരു സിംറ്റം ബേസ്ഡ് ട്രീറ്റ്മെന്റ് ആണെങ്കിൽ തന്നെ നമ്മൾ കൂടുതൽ ഡയഗ്നോസിസ് എന്താന്ന് ചോദിക്കുമ്പോൾ നമ്മൾക്കത് പലപ്പോഴും പറയാൻ പറ്റാറില്ല. സോ ഡയഗ്നോസിസ് എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ലാബ് ഇൻവെസ്റ്റിഗേഷൻസും പിന്നെ ECG റീഡ് ചെയ്യാനും എക്സ്റേ റീഡ് ചെയ്യാനും അതിന്റെയൊക്കെ ഒരു ഇമ്പോർട്ടൻസും കോളേജുകളിൽ ഉണ്ടാവണം. പിന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസിന്റെ കാര്യവും പറഞ്ഞല്ലോ. സോ കൂടുതൽ പേര് ഇപ്പൊ വേറെ കോഴ്സ് ചൂസ് ചെയ്ത് പോവുകയാണ്. സോ സ്റ്റുഡൻസിന്റെ ഇടയിൽ ഒരു കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ അത് കൂടുതലും ബിഗിനേഴ്സിന് ഒരു കോൺഫിഡൻസ് ഉണ്ടെന്നാണെങ്കിൽ അത് കൂടുതൽ പേരെ നമുക്ക് ഹോമിയോപ്പതിയിൽ തന്നെ നിർത്താൻ പറ്റും. ഇത്രയാണ് എനിക്ക് പറയുന്നത്. അപ്പൊ എന്തായാലും ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് റിട്ടേൺസ്, വരുമാനത്തെ ആശ്രയിച്ചാണ് ഏത് തൊഴിലും വളരുന്നത്. ഒരു കാലത്ത് സംഗീത അധ്യാപകർ വളരെ ദാരിദ്ര്യത്തിലായിരുന്നു. ശങ്കരാഭരണ സിനിമ കണ്ടവർക്ക് ഓർമ്മയുണ്ടാവും ദാരിദ്ര്യത്തിന്റെ അവസ്ഥ. നേരെ മറിച്ച് മലയാള ചലച്ചിത്ര ഗാനങ്ങൾ ഒരുപാട് ലെവലാകും. ചാനലുകളിൽ പ്രോഗ്രാം തുടങ്ങിയതോടുകൂടി പാട്ട് പഠിപ്പിക്കുന്നവർക്ക് ഡിമാൻഡായി, പാട്ടുകാർക്ക് ഡിമാൻഡായി. IPL വന്നപ്പോൾ ക്രിക്കറ്റിൽ അപ്പൊ എന്താ വേണ്ടത്? ഈ നാഷണൽ ടീമിൽ വന്ന 15 പേരിലൂടെ കാണും, റിസർവ് ഉൾപ്പെടെ. പക്ഷെ IPL വന്നപ്പോഴത്തേക്ക് എന്ത് പറ്റി? ഈ 6-8 ടീമുണ്ട്, കുറെ പേർക്ക് വരുമാനമുണ്ട്. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് ആണ് പ്രധാനം. ഹോമിയോപ്പതി ഇൻവെസ്റ്റ്മെന്റ് വേണം. ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെ ഉണ്ടാകും? റിട്ടേൺസ് ഉണ്ടാവും. റിട്ടേൺസ് ഉണ്ടാവണം, നല്ല പ്രാക്ടീഷൻ ഉണ്ടാവണം. ബേസിക്കലി നമ്മുടെ നല്ല മരങ്ങളിൽ നല്ല പഴങ്ങൾ ഉണ്ടാകുന്ന സത്യമാണ്. അടുത്ത ആളിലേക്കും ആര്യ സംസാരിക്കാമോ? 2 മിനിറ്റ്. കേൾക്കാമോ? കേൾക്കാം. സാർ, നേരത്തെ എന്റെ സീനിയർ ഗിരീഷ് ശങ്കർ ചേട്ടൻ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ സിലബസ് ഒരുപാട് മാറുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. പിന്നെ സാറ് പറഞ്ഞതുപോലെ ഒരു ക്ലറിക്കൽ വർക്ക്, അത്രയും ഒരു വർക്ക് ലോഡ് നമുക്കുണ്ട്. എല്ലാ സബ്ജക്റ്റിലും കേസസ് സബ്മിറ്റ് ചെയ്യണം. അതും അക്യൂട്ടും ക്രോണിക്കും, റഫും ഫെയറും. റഫ് പിന്നെ സബ്മിറ്റ് ചെയ്ത് ബൈൻഡ് ചെയ്ത്, അതുപോലെ തന്നെ റെക്കോർഡുകൾ, പിന്നെ ലോഗ് ബുക്ക്, ഇത് ഇങ്ങനെ ഒരുപാട് ഇപ്പോ പഠിക്കുന്നതിനെക്കാട്ടി നമുക്ക് എഴുതാനുള്ളതും അസസ്മെന്റ്, ഒരുപാട് അസസ്മെന്റുകൾ ഇതിനിടയിൽ PA1 പ്രാക്ടിക്കൽ എക്സാമുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നുണ്ട്. അതായത് അതിൽ റിട്ടൺ ഇല്ല, ജസ്റ്റ് പ്രാക്ടിക്കലും വൈവയും മാത്രമായിട്ട്. അത് അവര് നമുക്ക് അത്രയും മാർക്ക്, നമ്മൾ ഒരു എബവ് ഹാഫ് മാർക്ക് കിട്ടിയില്ലെങ്കിൽ അത് ആ ഇന്റേണൽ മാർക്സിൽ കുറയ്ക്കുകയാണ് ചില കോളേജസിൽ ഞാൻ കേട്ടത്. അതുപോലെ തന്നെ സർ, വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മളുടെ റിസർച്ച് പേപ്പേഴ്സ്, ഹോമിയോപ്പതിക് റിസർച്ച് പേപ്പേഴ്സ് ഒക്കെ അല്ലെങ്കിൽ സ്റ്റഡീസ് ഒക്കെ ഒരുപാട് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നത് ഹോമിയോപ്പതിക് ജേർണൽസിലല്ലേ. അപ്പൊ അത് സർ, ഹോമിയോപ്പത്സ് മാത്രം വായിക്കുന്ന അതങ്ങ് ചുരുങ്ങി പോവുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ എല്ലാ സ്ട്രീമുകളും, എല്ലാ
ഇപ്പം ആയുഷിന്റെ ആയിരുന്നാലും ഐ മീൻ MBBS അങ്ങനത്തെ അവരുടെയും കൂടെ മാഗസീനുകളിലും ബുക്സിലും കൂടെ നമ്മുടെ ഇതും കൂടെ പബ്ലിഷ് ആവണ്ടേ, എന്നാലല്ലേ അത് പബ്ലിക്കിനോട് കൂടുതൽ നമ്മുടെ റിസർച്ച് പേപ്പേഴ്സ് ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല നമ്മൾ മാത്രം വായിച്ചങ്ങ് ഒതുങ്ങിക്കൂടുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സാർ വേറൊരു കാര്യം, ഞാനിവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് ഹോമിയോപ്പതിയിലെ സ്കിൻ കെയറിന്റെ ഒരു വലിയ സ്കോപ്പ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. കാരണം ഇപ്പൊ ട്രെൻഡിങ് ആണ്, എല്ലാവർക്കും എല്ലാവരും ഇപ്പം യുവാക്കൾ എല്ലാവരും സ്കിൻ കെയറിന്റെ പറയുകയാണ്. അപ്പോൾ ഹോമിയോപ്പതിയിൽ അത്രയും നന്നായിട്ട് ഇപ്പം വാട്സ്, പിമ്പിൾസ്, ഗ്ലോ വരാനായിട്ട് അണ്ടർ ഐ ക്രീംസ്, പിന്നെ ഹെയർ ഫോൾ റെസിസ്റ്റ് ചെയ്യാന് ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രോഡക്ട്സ് യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒക്കെ ഉപയോഗിച്ചപ്പോൾ തന്നെ ഇതെല്ലാം എനിക്ക് ഒരുപാട് ഒരു ഡിഫറെന്റ് ഹോമിയോപ്പതിക്ക് ഒരു വലിയ സ്കോപ്പ് ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഈ നമുക്ക് ഡെഫിഷ്യൻസി ആയിട്ട് ഉള്ള ഓക്കെ സർ, വൺ മോർ പോയിന്റ്. ഓക്കെ സർ, അപ്പോൾ എനിക്ക് പറയാനുള്ള സാർ, ഇപ്പോൾ ഒരു ഡെഫിഷ്യൻസി ആയിട്ട് ഇപ്പോൾ അനീമിക് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് വന്നാൽ നമുക്ക് ഒരിക്കലും ഇപ്പോൾ അയൺ ടാബ്ലറ്റ്സോ ഫോളിക് ആസിഡോ ഒന്നും നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ഹോമിയോപ്പതിക് ആയിട്ടുള്ള ടോണിക്കുകളും ഒക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റത്തില്ലേ? മാക്സിമം നമ്മൾ അത് ഉണ്ടല്ലോ. ഒറ്റ ഉത്തരവേ ഉള്ളൂ. IFPHനകത്ത് കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ മലയാളത്തിൽ നടത്തിയ പ്രോഗ്രാമുകളൊന്ന് വായിച്ചു നോക്കിയിട്ട് നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് വരിക. അപ്പം ഈ പറഞ്ഞ എല്ലാം അതിനകത്ത് ഉണ്ടോ ഇല്ലോ മനസ്സിലാവും. ഓക്കെ, നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം. അനുചന്ദ് ഉണ്ടോ? നമുക്കിനി 3 മിനിറ്റ് സമയമുള്ളൂ. അനുചന്ദ് ഉണ്ടോ? DV എന്നുള്ളേ. IFPH കഴിഞ്ഞ 6 മാസത്തോളം മലയാളം പ്രോഗ്രാം നിങ്ങൾ ലാസ്റ്റ് കണ്ടു കാണും. ഇതിനകത്ത് പങ്കെടുത്ത ആരൊക്കെയാണെന്നുള്ളത്. ഒരു MD ഉള്ള MRCP ഡോക്ടർ, BDSന്റെ ഡെന്റൽ കോളേജിന്റെ ചെയർമാനായ ഡോക്ടർ താഹ, അഗ്രികൾച്ചർ കോളേജിന്റെ ഇന്റഗ്രേറ്റഡ് ഫാമിന്റെ ഹെഡാണ് പങ്കെടുത്തത്, അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ. അപ്പൊ ഈ വളരെ വ്യത്യസ്തരായ ആൾക്കാരായിട്ട് വരും. നിങ്ങൾ കാണുന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക്. നമ്മൾ എപ്പോഴും പറഞ്ഞ പോലെ നമ്മളും കൂടെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും സജീവമായിട്ട് പങ്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അസറ്റ് ആയിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ ഈ വെറ്റിനറി അഗ്രികൾച്ചർ നമ്മുടെ 5ാം വാർഷിക IFPHന്റെ പ്രോഗ്രാമിൽ വെക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് പ്രത്യേക സെഷനുണ്ട്. അപ്പോൾ എല്ലാവരും പങ്കെടുക്കുക എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ. കാരണം കോട്ടയത്ത് എറണാകുളത്തുള്ളവർക്ക് കൊച്ചി വരാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ നമ്മൾ ഈ പ്രൈമറി മാനേജ്മെന്റ് പറയുമ്പോൾ പഴയ കാലത്തെ ഹെൽത്ത് കെയർ സിസ്റ്റം ഇപ്പോൾ ഉള്ളത് വളരെ വ്യത്യസ്തമാണ്. ഒരുപാട് നിയമപ്രശ്നങ്ങളും കാര്യങ്ങളും അതിനകത്തുണ്ട്. മാത്രമല്ല ജീവനക്കാരുടെ അഭാവം നമ്മുടെ പല സ്ഥാപനങ്ങളിലുണ്ട്. ഇതൊക്കെ കൈകാര്യം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്ക് വിദ്യാലയത്തോട് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. പരിപാടി അവസാനിക്കുന്ന സമയമാകുന്നു. ഡോക്ടർ ഷൈലെ നന്ദി പറയാൻ ക്ഷണിക്കുന്നു. ഡോക്ടർ ഷൈല. എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ഇന്നത്തെ യുവജനവേദി വളരെ നല്ല ചർച്ചകളോടുകൂടി അവസാനിക്കാറായിരിക്കുകയാണ്. എന്തായാലും ഈ പഠിക്കുന്ന സ്റ്റുഡൻസ് എല്ലാം ഒത്തിരി കാര്യങ്ങൾ അവര് അവരുടെ മുമ്പിൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ അവര് ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. ഡോക്ടർ മനോജ് പറഞ്ഞതുപോലെ നിങ്ങളെ കോൺഫിഡൻസ് ലെവൽ കൂട്ടാനും നിങ്ങൾക്ക് കൂടുതൽ അറിവുകൾ ഉണ്ടാവാനും അതുപോലെ ഹോമിയോപ്പതിയുടെ സാധ്യതകൾ എന്താണെന്ന് അറിയാനും എല്ലാം നിങ്ങൾ IFPHന്റെ ക്ലാസ്സുകൾ കണ്ടാൽ മാത്രം മതി. നിങ്ങളുടെ ഒരുപാട് സംശയങ്ങളും മാറിക്കിട്ടും, നിങ്ങളെ കോൺഫിഡൻസ് ലെവലും കൂടും. പിന്നെ കോളേജിൽ കരിക്കുലം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അത് നമുക്ക് വേറെ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വേറെ രീതിയിൽ പരിഹരിക്കപ്പെടേണ്ടതാണ്. എന്തായാലും നല്ല ഈ ഒരു ചർച്ചയ്ക്ക് എത്തിയ എല്ലാ കുട്ടികളായിട്ടുള്ള അല്ലെങ്കിൽ ഡോക്ടേഴ്സ്, ഹോമിയോപ്പതി ഡോക്ടറാവാനായിട്ട് എത്തിയിട്ടുള്ള എല്ലാ കുട്ടികൾക്കും, പ്രത്യേകിച്ച് ഗിരിശങ്കർ, ഡോക്ടർ ആതിര, അനുചന്ദ്, പിന്നെ ഒരാളൂടെ ഉണ്ടല്ലോ, ശ്രീലക്ഷ്മി, ഡോക്ടർ ശ്രീലക്ഷ്മി, എല്ലാവർക്കും വളരെയധികം സന്തോഷവും അതുപോലെ തന്നെ IFPHന്റെ പേരിലുള്ള നന്ദിയും അറിയിക്കുകയാണ്. നിങ്ങൾ ദയവായി എല്ലാ ദിവസത്തെ IFPHന്റെ ക്ലാസ് കാണുക.
കഴിയുമെങ്കിൽ എറണാകുളത്ത് നമ്മുടെ IFHന്റെ 5 വർഷം പൂർത്തിയാകുന്ന സെലിബ്രേഷൻ ഉണ്ട്. അപ്പൊ എന്തെല്ലാം മേഖലകളിൽ അവിടെ ചർച്ചകൾ വരുന്നുണ്ട്. അപ്പൊ എന്തൊക്കെ സാധ്യതകളാണ് ഹോമിയോപ്പതിക്ക് ഉള്ളതെന്നെല്ലാം നിങ്ങൾക്ക് അറിയാൻ കഴിയും. തീർച്ചയായിട്ടും ആര്യ, അനൂചന്ദ്, ഗിരിശങ്കർ എല്ലാവരും തന്നെ നിങ്ങൾ ആ പരിപാടിയിലും കൂടി പങ്കെടുക്കുക. രക്ഷകർത്താക്കൾ ഉൾപ്പെടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. നമസ്കാരം. ഓക്കെ, അപ്പൊ അതോട് ഇന്നത്തെ പരിപാടികൾ അവസാനിപ്പിക്കുകയാണ്. ഇനി വീണ്ടും തുടരുന്നതാണ്. നിങ്ങൾ മാക്സിമം പങ്കെടുക്കുക, സഹകരിക്കുക. തീർച്ചയായിട്ടും ഗുണം നിങ്ങൾക്ക് തന്നെയായിരിക്കും, നമ്മളെ ആശ്രയിക്കുന്ന രോഗികൾക്ക് തന്നെയായിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ പരിപാടി അവസാനിപ്പിക്കുന്നു. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.